ലോജിസ്റ്റിക്സ് അടുത്ത സ്കാമുള്ള സെക്ടറാണ്. +2 കഴിഞ്ഞ പിള്ളേരെ ഇവർ 2,00,000 രൂപയും 2,50,000 രൂപയും മേടിച്ചിട്ട് ലോജിസ്റ്റിക്സിൻ്റെ കോഴ്സ് ചെയ്യിപ്പിക്കും. എന്നിട്ട് എന്താ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കാം ആരോടെങ്കിലും. ആമസോണിൻ്റെ വെയർ ഹൗസിൽ. കുട്ടികളാണെങ്കിൽ നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇല്ലാതെ ഫ്രം നൗ ഓൺവേർഡ്സ് യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇൻഫോപാക്കിൽ എത്ര പെർസെൻറ്റേജ് നോൺ മലയാളീസ് ഉണ്ട്? ഒരു HR ആയിട്ട് പോവാണ് നിങ്ങൾ ഇൻഫോ പാർക്കിൽ നിന്ന്, നിങ്ങൾക്ക് ഈ മലയാളം കൊണ്ട് മാത്രം എന്തെങ്കിലും നടക്കും? വിൽ മേക്ക് ഫൺ ഓഫ് യു. ചായയും കാപ്പിയും കൊടുക്കാൻ ആർക്കും 2,50,000 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. എവറി ക്യാബിൻ ക്രൂ ഇസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എ സേഫ്റ്റി പ്രൊഫഷണൽ. ഈ പറയുന്ന ചായയും കാപ്പിയും തരുന്ന ആൾക്കാർ തന്നെ വേണം. നിങ്ങൾ 30,000 ഫീറ്റിൻ്റെ മുകളിൽ ഓക്സിജൻ ഇല്ലാതെ വന്നാലും, നിങ്ങൾക്ക് ശ്വാസം കിട്ടാതെ വന്നാലും, പൾമണറി എംബോളിസം വന്നാലും, അലർജി വന്നാലും, വെള്ളത്തിൽ ലാൻഡ് ആയാലും ഇവർ തന്നെ വരണം. അതെ, വി ഗിവ് 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ്. നമ്മൾ എയർലൈനിലേക്കാണ് പ്ലേസ്മെൻറ്റ്സ് പറയുന്നത്. വി പ്ലേസ് അവർ സ്റ്റുഡൻസ് ഇൻ ടു എയർലൈൻസ്. ഏവിയേഷൻ ആണെങ്കിൽ HR ലോജിസ്റ്റിക്സോ ആണെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ Tier 1 കമ്പനീസ്. എന്തെങ്കിലും ഒരു കമ്പനിയിലേക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് ഞങ്ങൾ സ്റ്റുഡൻസിന് വിടാറില്ല. വാട്ട് വി ഡു ഇസ്, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ക്രാക്ക് എൻ ഇൻ്റർവ്യൂ, ഞങ്ങൾ നിങ്ങളെ റീട്രെയിൻ ചെയ്യാൻ വില്ലിംഗ് ആണ്, ആസ് ലോങ് ആസ് ഇറ്റ് ടേക്സ്. സോ വാട്ട് വി ഡു ഇസ്, ആഫ്റ്റർ എവറി ഇൻ്റർവ്യൂ വി കോൾ ദം ബാക്ക്. ഇഫ് യു ആർ നോട്ട് സെലക്ടഡ്, വാട്ട് ഹാപ്പൻഡ്? വി സിറ്റ് ആൻഡ് ഡിസ്കസ്. എന്ത് സംഭവിച്ചു, നിങ്ങൾ കയറി ചെന്ന സമയം തൊട്ട് എന്താണ് ഉണ്ടായിരുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ട് എവിടെയാണ് ഇവർക്ക് അബദ്ധം പറ്റിയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ അടുത്ത ഇൻ്റർവ്യൂവിന് വിടുന്നത്. അത് നമ്മൾ ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് ഇൻ്റർവ്യൂസ് വിടും. ബിഹൈൻഡ് ദ ബ്രാൻഡിൽ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഐക്യാരസ് അക്കാഡമിയുടെ ഫൗണ്ടർ സുചിത്ര ഗോപി. ഹായ് സുചിത്ര. സുചിത്രയുടെ കഥ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും എന്താ പറയുക, പെൺകുട്ടികളായിട്ട് ഇരിക്കുന്നവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് പറയും അല്ലേ. നീ പെണ്ണാണ്, നിനക്കിത് ചെയ്യാൻ പറ്റില്ല, ഓക്കെ, അല്ലെങ്കിൽ നിന്റെ സാഹചര്യം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളിൽ നമ്മളെ മാറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ആർക്കും ആഗ്രഹിക്കുക പോലും ചെയ്യാത്ത ഒരുപാട് സ്ട്രഗിൾസും ഒരുപാട് ചാലഞ്ചസും ഒക്കെ ഫേസ് ചെയ്ത്, അതും വളരെ യങ് ഏജിൽ അത്രയും സ്ട്രഗിൾസിലൂടെയാണ് സുചിത്ര ഇന്ന് ഈ ഒരു ഡ്രീം, ഈ ഒരു ലോകം ഫുൾ ഇന്നിപ്പോൾ നേടിയെടുത്ത് വന്ന് നിൽക്കുന്നത് അല്ലേ? ഇങ്ങനെ പറയാം. യെസ്. കാരണം എന്താ പറയുക, സാധാരണ ഏതൊരു ആൾക്കും ആ, ഇത്രയും 12 ഇയേഴ്സിൽ തന്നെ സ്ട്രഗിൾസ് ഫേസ് ചെയ്യാൻ തുടങ്ങുക എന്ന് പറയണത്, സ്ട്രഗിൾ എന്താണ് എന്നതിൻ്റെ ഒരു മീനിങ് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഏജാണ് 12 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അതും ഇയേഴ്സ് ബാക്ക് എന്ന് പറയുമ്പോൾ അന്നത്തെ കുട്ടിക്ക് എന്ത് മെച്യൂരിറ്റി ഉണ്ടാവാനാണ്. ഇന്നത്തെ 12 ഇയേഴ്സ് കുട്ടികൾ കുറച്ചും കൂടെ സ്മാർട്ട് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. കുറച്ചുകൂടെ എക്സാക്ട്ലി, കാര്യവിവരമൊക്കെ ഉണ്ട്. എക്സാക്ട്ലി. വെറും അതെ, അന്നത്തെ കുട്ടി 12 വയസ്സ് കുട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റിൽ അവളൊരു ചെറിയ കുട്ടി തന്നെയാണ്. ഒന്നും അറിയില്ല. ലിറ്ററലി എനിക്ക് എന്താ പറയാ, ബേസിക് ആയിട്ട് എന്താണ് മെച്യൂരിറ്റി എന്നൊന്നും, മെച്യൂരിറ്റി എന്നുള്ള വാക്കൊന്നും നമ്മളോടൊന്നും ആരും അറിയില്ല. ആ പ്രായത്തിൽ പറയാറൊന്നുമില്ല. അതെ. കാരണം നമ്മുടെ അടുത്ത് അത് എക്സ്പെക്റ്റഡും അല്ല ദാറ്റ് ഏജ്, ആ സമയത്ത്, ആ ആ, കാലത്ത്. അതെ. അങ്ങനെ ഒരു കുട്ടി പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും, ആ കുഞ്ഞു മനസ്സിൽ എന്തൊക്കെയായിരുന്നു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത്, അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തോ, അതിനെയൊക്കെ ഇതായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ശക്തി, ആ ശക്തിയാണ് കംപ്ലീറ്റ് ആയിട്ടും എല്ലാ ഹേർഡിൽസിലും സ്ട്രഗിൾസിലും ചാലഞ്ചസിലും സുചിത്രയുടെ കൂടെ നിന്നെന്നാണ് സുചിത്രയുടെ ജേർണിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന്, അധികം ഡീറ്റെയിലിങ്ങിൽ പോയില്ലെങ്കിലും, എന്തായിരുന്നു ആ ഒരു കുട്ടി ഫേസ് ചെയ്ത ചാലഞ്ചസ്, അതായിരിക്കും ഇപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവുക. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യോ? എനിക്ക് തോന്നുന്നു ലൈക്ക് യു സെഡ്, അതൊരു ഡിഫറെൻറ്റ് ടൈം ആയിരുന്നില്ലേ. ഇപ്പം കുറച്ചും കൂടെ പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. നമ്മൾ പോയിട്ട് ഒരു അൺകൺവെൻഷണൽ ആഗ്രഹം പറഞ്ഞാലും അതെന്താ അവൾ ചെയ്താലും കുഴപ്പമില്ല, നമ്മൾ അതെ. സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ഉം. ഐ തിങ്ക് 20 ഇയേഴ്സ് ബാക്ക് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ് അല്ലേ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു. അതെ. വെൻ യു കം അപ്പ് ആൻഡ് യു സേ സംതിങ്, പീപ്പിൾ ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അല്ലെങ്കിൽ നീ ആരത് പറയാൻ, നീ ചെറിയ കുട്ടിയല്ല, നീ ഉണ്ടായിരിക്കുമെന്ന് പറയുന്ന ഒരു ടൈമാണ്. നമ്മൾ പറയുന്ന കാര്യം കറക്റ്റ് ആണെങ്കിൽ പോലും വൈ ആർ യു സേയിങ് ദിസ്, നീ അത് പറയാൻ ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ കുട്ടി പറയുന്നത് കാര്യമാണോ അല്ലയോ എന്നുള്ളതല്ല. അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റ് ചെയ്തിരുന്ന കാര്യം. നമ്മുടെ മുമ്പിൽ ഒരു കാര്യം നടക്കുന്നത് ശരിയല്ലെങ്കിൽ ഞാൻ പോയിട്ട് എൻ്റെ അമ്മയോട് പറയാണ്, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ഇപ്പം ഫാമിലി മെമ്പേഴ്സിനോട് പറയണം എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ നീ ആരത് പറയാൻ? അതൊരു ഫ്രസ്ട്രേഷനാണ്. അത് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. വെച്ചാൽ അന്നത്തെ കാലത്താണെങ്കിൽ ആരോട് പറഞ്ഞാലും അതേ ഉത്തരവാണ് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അതായിരുന്നു എന്നെ ഏറ്റവും ഫ്രസ്ട്രേറ്റ് ചെയ്ത ഒരു സാധനം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവൻച്വലി
വെൻ ഐ ലുക്ക് ബാക്ക് നൗ, അന്ന് എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം ഞാൻ ലുക്ക് ബാക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ സ്റ്റേജായിട്ട് ഒരുപാട് ഡിസാസ്റ്റേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. ഉം. ഓൾവേസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഭയങ്കര പ്രത്യേകതയുള്ള മനുഷ്യനൊന്നല്ല പറയുന്നത്. ഉം. ഐ എം ഷുവർ യു ഹാവ്, ഐ എം യാ ഷുവർ എവറിബഡി ഹാവ്, എവറിബഡി. അല്ലേ? ഞാൻ പറഞ്ഞ പോലെ എവറിബഡി ഹാസ് ഡിഫൈനിങ് മൊമെന്റ്സ് അല്ലേ? നമ്മുടെ നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വിക്ടറീസ് മാത്രമല്ല നമ്മുടെ ഡിഫൈനിങ് മൊമെന്റ്സ്. നമ്മുടെ ഡിഫീറ്റ്സും നമ്മുടെ തോൽവികളും ചില സമയത്ത് ഡിഫൈനിങ് മൊമെന്റ്സ് ആണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ഡിഫൈനിങ് മൊമെന്റ്സ് എല്ലാം നൗ ദാറ്റ് യു ലുക്ക് ബാക്ക് ഡിസാസ്റ്റേഴ്സ് ആണ്. ഇപ്പം അച്ഛൻ മരിക്കുന്നവരെ മാം പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര എന്താ പറയാ, ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. പക്ഷെ ദാറ്റ് ഡിസാസ്റ്റർ ബോട്ട് ഔട്ട് കറേജ് ഇൻ മീ. എനിക്ക് ധൈര്യം വെച്ചത് ആ ഡിസാസ്റ്ററിനാണ്. ഇഫ് യു ലുക്ക് ബാക്ക്, ദാറ്റ് ഇസ് വെൻ ഐ റിയലൈസ് ഐ ഹാവ് ടു ബി ബ്രേവ്, ഐ ഹാവ് ടു ബി കറേജസ്. നാട്ടുകാരെ എന്ത് പറഞ്ഞാലും, ഇപ്പോൾ അഹങ്കാരം എന്ന് പറഞ്ഞാലും തെമ്മാടിത്തരം എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ആ കറേജ് എനിക്കുണ്ടായത് ആ മൊമെന്റിലാണ്. ദാറ്റ് വാസ് മൈ മൊമെന്റ് വെയർ ഐ ഫൗണ്ട് കറേജ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പേഴ്സണൽ ഡിസാസ്റ്റർ ഉണ്ടായ സമയത്താണ് ഞാൻ കുറച്ചുകൂടെ മെച്യൂരിറ്റി പഠിച്ചത്. അത് എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമായിരുന്നു. ലൈക്ക് ഒരു ടീനേജ് ടൈം എന്നൊക്കെ ഞാൻ ടെറിബിൾ ടീനേജർ ആയിരുന്നു. ഐ ഹാഡ് ഹ്യൂജ് ടെമ്പർ ടാൻട്രം, ഷോർട്ട് ടെമ്പേർഡ്. അതെൻ്റെ അടുത്ത ഡിസാസ്റ്ററിലാണ് ഞാൻ ആ ഒരു ടെമ്പർ കൺട്രോൾ ചെയ്തതും കുറേയൊക്കെ ഞാൻ മെച്ചുവേർഡ് ആയതും ആനിമൽ കമ്പാഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഡിസ്കവർ ചെയ്തത്. അതുവരെ ഞാൻ അങ്ങനെ അനിമൽസിനോട് ഭയങ്കര കമ്പാഷനേറ്റ് ഉള്ള ഒരാളൊന്നും ആയിരുന്നില്ല. ബട്ട് ഡ്യൂറിങ് ദാറ്റ് മൊമെന്റ് ഇൻ മൈ ഒരു പേഴ്സണൽ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആ ഒരു ഫാസറ്റ് എൻ്റെ ഡിസ്കവർ ചെയ്യുന്നത്. അത് ഭയങ്കര നല്ല മൊമെന്റ് ആയിരുന്നു എനിക്ക്. ലൈക്ക് ഐ സ്റ്റിൽ ലവ് ആനിമൽസ്, ഐ സ്റ്റിൽ ഡു വാട്ട് എവർ ഐ ക്യാൻ ഡു ഫോർ ആനിമൽസ്. എനിക്ക് പറ്റുന്ന ആനിമൽസിനൊക്കെ ഞാൻ അഡോപ്റ്റ് ചെയ്യും, മറ്റേ കളക്ട് ചെയ്യും, മറ്റേ കൊണ്ട് ആശുപത്രി കൊണ്ടുപോകും, തിരിച്ചുകൊണ്ടുവരും, ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് അത് ആ ഡിസാസ്റ്റർ നടന്ന സമയത്താണ് ഞാൻ അത് ഡിസ്കവർ ചെയ്യുന്നത്. ദെൻ വെൻ ഐ ഹാഡ് another disaster in my life is when I found Icarus. So for me, I think അപ്പം അത് ഡിസാസ്റ്റർ ആണ്. അപ്പം എനിക്ക് ദേഷ്യവും സങ്കടം എല്ലാം വരും, വിഷമം വരും, എന്നോട് മാത്രം ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ഒക്കെ വരും. പക്ഷേ now that I look back, I think I've somehow managed to turn every disaster into a discovery moment. ഓക്കെ. അതാണ് എനിക്ക് തോന്നുന്നത്. So, അപ്പൊ ഇനി ലൈഫിൽ എപ്പോഴും ഒരു ഡിസാസ്റ്റർ വരും. അപ്പൊ പുതിയൊരു സംഭവം അവിടെ ഡിസ്കവർ ചെയ്യാണ്. ഞാൻ എനിക്ക് ഡിസ്കവർ വേണ്ട. കഴിഞ്ഞു. കഴിഞ്ഞു. മറ്റേ ഏതോ ഒരു മീം അറിയത്തില്ലേ, ദൈവമേ ആ. ഇനി ഇതിൽ കൂടുതൽ എന്ത് വരാനാന്ന് പറയുമ്പോൾ ഞാൻ ചലഞ്ച് ഒന്നും ചെയ്യുന്നൊന്നുമല്ല, ആ. ഞാനൊരു യുക്തിക്ക് പറഞ്ഞതാണ്. ഓക്കെ. പക്ഷെ അതെന്തിവേ അല്ല, അത്രയും ഡൗൺ ഫേസിലേക്ക് വരുമ്പോഴത്തേക്ക് ദൈവം തന്നെ വേറൊരു സംഭവം തരികയാണ് അതിനെ ഒന്ന് പാസിഫൈ ചെയ്യാനായിട്ടോ ഒരു അല്ലേ, അങ്ങനെ എന്തായാലും തന്നല്ലോ. അതെ. അവിടെയാണ് അത്. താങ്ക് ഗോഡ് അത് അങ്ങനെയെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിക്കാം സുചിത്രയുടെ കേസിൽ. അതേ വഴിയുള്ളൂ. കാരണം അല്ലെങ്കിൽ എന്താ, നമ്മൾ ഭയങ്കര നെഗറ്റീവ് ആയിപ്പോകും. യു നീഡ് ടു ഫൈൻഡ് ലിറ്റിൽ നഗറ്റ്സ് ഓഫ് പോസിറ്റീവ്നെസ് ഇൻ യുവർ ലൈഫ്. അല്ലെങ്കിൽ നമ്മളെല്ലാം അയ്യോ എനിക്കിത് മാത്രമേ സംഭവിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. ഇൻ എ വേ ദോ ഐ ഹാഡ് ബാഡ് എക്സ്പീരിയൻസസ്, ഐ ഓൾസോ ഹാഡ് ഗുഡ് എക്സ്പീരിയൻസസ്. ഇപ്പം എൻ്റെ നാട്ടിൽ നിന്നൊന്നും ഒരു പെൺകുട്ടി ആ കാലത്ത് ദോഹയിൽ പോയി ലോകം മുഴുവൻ കാണുക എന്നൊക്കെ പറയുന്നൊന്നും നടക്കുന്ന ഒരു കാര്യമേ അല്ല. സോ ഫോർ മീ ദാറ്റ് ഈസ് എൻ അച്ചീവ്മെന്റ് അല്ലേ. ലൈക്ക് നമ്മൾ മീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിലും ദ കൈൻഡ് ഓഫ് പീപ്പിൾ ദാറ്റ് യു മെറ്റ്, ദ ടൈപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് യു മെറ്റ്, ദ പ്ലേസസ് ദാറ്റ് യു സീൻ, അതൊന്നും നോട്ട് ഈസി. ഇന്ന് മേ ബി കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബട്ട് ഇൻ 20 years ബാക്ക് ഐ ഡോണ്ട് തിങ്ക്, ഐ മീൻ 20 years ബാക്ക് എന്ന് പറയുമ്പോൾ ഒരു 18 വർഷം മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ അതിനും നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണം. നമ്മളെപ്പോഴും ദൈവത്തിന്റെ കുറ്റം മാത്രം പറയാതെ ഇടയ്ക്ക് ദൈവത്തിനോട് ഒരു നന്ദിയും പറയണ്ടേ. പക്ഷെ ഇത്രയും ആ ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സിൽ പലതവണ റിപ്പീറ്റഡ്ലി പല പല ഡിസാസ്റ്റേഴ്സ് ഇങ്ങനെ വരുമ്പോഴും ആ കുഞ്ഞു കുട്ടി പോയിട്ട് ഒന്ന് ഓപ്പൺ അപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവൾക്കൊരു കംഫർട്ട് സോൺ കാണുന്നത് അവൾ എവിടെയായിരുന്നു ഇരുന്നിരിക്കും? എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ല. ഞാനൊരു നല്ല ലിസണറാണ്. എന്നോട് ആൾക്കാർ വന്ന് പ്രശ്നങ്ങൾ പറയും. പക്ഷെ എനിക്ക് അങ്ങനെ പോയിട്ട് ഒരാളോട് പോയിട്ട് എന്റെ പ്രശ്നം പറയാൻ, അറിയണ്ട. അപ്പൊ എല്ലാം സ്വയം അങ്ങനെ. പക്ഷേ ലൈക്ക് ചില ആൾക്കാർക്ക് അത് പറയുന്നത് ഒരു റിലീഫ് അല്ലേ. എനിക്കത് എക്സാക്ട്ലി. പറയാൻ ഭയങ്കര ഇറിറ്റേഷൻ ആണ്. അതും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പം മാം ചോദിക്കുന്ന പോലെ ഞാൻ വന്നിട്ട് ഇങ്ങനെയെന്നൊക്കെ പറയാം, അതിനെക്കുറിച്ച് പറയുന്നൊക്കെ പറയുമ്പോൾ ഓക്കെ. ബട്ട് ഡ്യൂറിങ് ദാറ്റ് ഫേസ് വെൻ ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഇഫ് യു ആസ്ക് മീ എടാ വാ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറും. എനിക്ക് അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കണ്ട ആരോടും? അമ്മയോട് പോലും? ആരോടും.
പക്ഷെ നമ്മൾ കാണാറുണ്ട് ഉള്ളിൽ ഒതുക്കും തോറും നമ്മൾ അതിൽ നിന്നും റിക്കവറി സ്റ്റേജിലേക്ക് വരുന്നതിന് ടൈം എടുക്കും. എല്ലാം ടൈം ഹീൽസ് എവറിത്തിങ് അല്ലേ? അത് നമ്മളെല്ലാം മറക്കാനും സഹായിക്കും. പക്ഷെ ആ ഒരു ഹീലിംഗ് പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ ഒരാളോട് മനസ്സ് തുറന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നില്ലേ, ഓ ഇപ്പൊ ഞാനൊന്ന് റിലീവ്ഡ് ആയാലേ, ഒരു റിലീഫ് കിട്ടി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് ദർ ഇസ് എ പ്രോബ്ലം ബിറ്റ്വീൻ മീ ആൻഡ് യു, നമ്മൾ തമ്മിലൊരു പ്രശ്നമുണ്ട്, അതെനിക്ക് പറഞ്ഞു തീർക്കണം. അതെനിക്ക് എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. മനസ്സിൽ വെക്കാൻ എനിക്കത് പറ്റൂല. വെക്കാനേ പറ്റില്ല. അത് വെച്ചിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി ചിരിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ എല്ലാം ഓക്കെയാണ് നോർമലാണ് എന്നുള്ള രീതിയിലൊന്നും എനിക്ക് പറ്റത്തേ ഇല്ല. പറ്റില്ല. എനിക്ക് അപ്പം തന്നെ അത് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അത് നല്ല ഡിസിഷൻ ആണെങ്കിലും ഇറ്റ് ഇസ് ഫൈൻ, ഇഫ് ഇറ്റ്സ് ഗോയിങ് ദ റോങ് വേ ഓൾസോ ഇറ്റ് ഇസ് ഫൈൻ. ഞാൻ ഓക്കെ. രണ്ടിനും ഓക്കെയാണ്. പക്ഷെ എനിക്കത് വെച്ചുകൊണ്ടിരുന്ന അത് ഫെസ്റ്റർ ചെയ്ത് ഒരു പോയിന്റിൽ ഇത് ഭയങ്കര വിദ്വേഷമായി, കുറെ പൊളിറ്റിക്സ് ഞാൻ കളിക്കുന്നു, കുറെ പൊളിറ്റിക്സ് അപ്പുറത്തുള്ള ആൾ കളിക്കുന്നു, കുറെ മാനിപ്പുലേഷൻ നടക്കുന്നു. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റൂല. അത്രയും ഡ്രാമയൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് താങ്ങാനും പറ്റില്ല. ബട്ട് അതർവൈസ് ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ്സ് എ ബ്രേക്കപ്പ്, ഇഫ് ഐ എം സഫറിങ് ഇമോഷണലി, അതെനിക്ക് വേറൊരാളോട് പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ എനിക്കൊന്ന് സൂര്യ, ഷീസ് മൈ ഫ്രണ്ട്, ഷീസ് ഓൾസോ മൈ പാർട്ട്ണർ. ദ ലാസ്റ്റ് ടൈം ഐ ഹാഡ് എ റിയലി ബാഡ് ഇമോഷണൽ ഫേസ്. ഞാൻ സംസാരിച്ചിട്ട് ഇതുവരെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഇതുവരെ ആ ഒരു ഫേസിനെ കുറിച്ച്, ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. ബട്ട് ഐ തിങ്ക് അത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വെറുതെ ഇരിക്കും. ഞാൻ അതായത് എൻ്റെ ആ ഒരു ടൈമിൽ എൻ്റെ ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊരു ടോർട്ടോയ്സിനെ പോലെ ഷെല്ലിൻ്റെ അകത്തോട്ട് പോയി ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കും, പുറത്ത് പോകില്ല, ആരെയും കാണില്ല, ആരോടും മിണ്ടില്ല, ടി വി കാണും. അല്ലെങ്കിൽ ഞാനും എൻ്റെ പൂച്ചകളെന്ന് പറഞ്ഞ് ഫുള്ളി ഞാൻ ക്ലോസ് ഓഫ് ചെയ്യും. വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഞാൻ പുറത്ത് വരുള്ളൂ. അപ്പം ആൾക്കത് മനസ്സിലായി കാണണം, ഞാൻ സംസാരിച്ച് ഞാനിത് റിസോൾവ് ചെയ്യില്ല എന്നുള്ളത്. സോ വാട്ട് ഷീ വുഡ് ഡു, ഷീ വുഡ് ഫൈൻഡ് വേസ് ടു ടേക്ക് മീ ഔട്ട്. നമുക്കിന്ന് അവിടെ പോവാം, നമുക്ക് സിനിമയ്ക്ക് പോവാം, നമുക്ക് അത് ചെയ്യണം, നമുക്ക് ഇത് ചെയ്യണം. അപ്പം അങ്ങനെ എന്നോട് ആൾ പറയുമ്പോൾ ഞാൻ ആളോട് നോ പറയില്ല. ഓക്കെ. സിനിമയ്ക്ക് എന്തായാലും ഒറ്റയ്ക്ക് ആരും പോകില്ല. ആഹാ. ഞാൻ പോകില്ല. എനിക്ക് ഇതുവരെ അതിനുള്ള ഒരു കോൺഫിഡൻസ് അല്ല. സംഹൗ സിനിമ ഹാസ് ഓൾവേസ് ബീൻ എൻ എക്സ്പീരിയൻസ് ദാറ്റ് വി വാണ്ട് ടു എൻജോയ് വിത്ത് അതേഴ്സ് ആ. അല്ലേ. നമ്മൾ വീട്ടിലിരുന്ന് OTT കാണുന്ന പോലെ അല്ലല്ലോ, ഉം. നമ്മളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സംതിങ് ദാറ്റ് യു വാണ്ട് ടു ഷെയർ. അപ്പം എനിക്കറിയാം ഞാൻ പോയില്ലെങ്കിൽ അവർക്കും പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കൂടെ പോകും. സോ പീപ്പിൾ ഹു നോ മീ ഫൈൻഡ് ടാക്ടിക്സ് ലൈക്ക് ദാറ്റ് ഓക്കെ. ടു ബ്രിങ് മീ ഔട്ട്. യാ. അതല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊന്നും ഇതിനൊരു റെസൊല്യൂഷൻ അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു പീരീഡ് എങ്ങനെ ഓവർകം ചെയ്യണത് സുചിത്ര? യൂഷ്വലി ഇങ്ങനെ ഡേയ്സ് കൊടുത്ത് കൊടുത്ത് അതിനെ അങ്ങനെ തന്നെ ഹീൽ ആവട്ടെ എനിക്ക് അങ്ങനെ വിടാണോ? ആരോടും പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നിയിട്ടില്ല. ലൈക്ക് തെറപ്പി പ്രോബബ്ലി വുഡ് നെവർ വർക്ക് ഫോർ മീ ബിക്കോസ് ഐ വുഡൻ ടോക്ക്. അല്ലേ, ഞാൻ കുറേ സിനിമ കാണും, കുറേ പാട്ട് കേൾക്കും. ഇപ്പം വിഷമമാണെങ്കിൽ ഞാൻ ലൈക്ക് അത് ലെറ്റ് ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ബുക്സ് വായിക്കും. അറ്റ്ലീസ്റ്റ് കരയോ? ആ, ഒറ്റയ്ക്ക്. ആ. പക്ഷെ അങ്ങനെയെങ്കിലും നമ്മുടെ ആ ഒരു വെന്റ് ഔട്ട് സെഷൻ നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ഇമോഷനിലൂടെ എങ്കിലും നമ്മൾ തീർക്കണമെന്ന് ഇങ്ങനെ പല സൈക്കോളജിസ്റ്റുകളും പറഞ്ഞ് പറയാറുണ്ട്. ഉണ്ട്. ആ. അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഞാൻ കരയാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ എൻ്റെ യാ. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ആക്ച്വലി. പ്രോബബ്ലി. യാ. ബട്ട് ദെൻ ഐ റിയലൈസ് മേ ബി ഐ ഷുഡ്. എന്നാൽ ഒരു വർഷത്തിലൊരിക്കലൊക്കെ ഒരു ദിവസം ഞാൻ ഒരു വെന്റ് ഔട്ട് ഓവർവെൽമിങ് ഡേ ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അതിനെ ട്രിഗർ ചെയ്യും. അപ്പൊ ആ ട്രിഗർ ആവുന്ന ദിവസം ആയിരിക്കും ഇതെല്ലാം കൂടെ പുറത്ത് വരുന്നത്. പുറത്തേക്ക്. യാ. എങ്ങനെയെങ്കിലും സംഹൗ It ഇറ്റ് should ഷുഡ്. come out. യാ. ഇറ്റ് ഷുഡ് കം ഔട്ട്. എന്നാണ് നമുക്കൊരു ഒരു ഒരു നമ്മളെ അതെ. എണീക്കാൻ പറ്റുള്ളൂ നമുക്ക്. അതൊരു ഈ പറഞ്ഞ പോലെ കുറെ നെഗറ്റീവ് പെൻറ്റപ്പ് ആയിട്ടുള്ള യാ. സാധനങ്ങൾ അങ്ങ് പോവാന്ന് പറയുന്ന പോലത്തെ ഒരു ഇവന്റ്, ഒരു വർഷത്തിൽ എന്തെങ്കിലും ഒരു ഇവന്റ് അതിനെ ട്രിഗർ ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഒരു നല്ല സാധാരണ മനുഷ്യരല്ലേ, നമുക്ക് എന്തെങ്കിലും നമുക്കൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ എന്തെങ്കിലും നമ്മളെ എനിക്ക് വേദനിപ്പിക്കുന്ന നല്ല ഒരു തലവേദന എടുക്കുമ്പോൾ പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. ആ. ഞാൻ വീട്ടിൽ പോയി ഇരുന്നിട്ട് ഞാൻ അത് വെന്റ് ഔട്ട് ചെയ്യും. അതല്ലാതെ പിന്നെ ഐ തിങ്ക് മെന്റലി എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം അത്ര ആവശ്യമില്ല ഇപ്പം. ഐ ഇതിപ്പം ഫൈൻഡ് യാ. ദാറ്റ് ഐ ഇപ്പൊ ഡോണ്ട് കുറച്ച് റിയലി നീഡ് ഇറ്റ്. ഒരു ഇൻസിഡന്റ് ഉണ്ടായാലും ഞാൻ അങ്ങനെ ഗ്രഡ്ജ് ഒന്നും ഹോൾഡ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. വെരി റെയർലി ഐ ഹോൾഡ് ഗ്രഡ്ജസ്, ബട്ട് വെൻ ഐ ഹോൾഡ് ഗ്രഡ്ജസ് ഇറ്റ്സ് എ ലൈഫ് ടൈം ഗ്രഡ്ജ്. ബട്ട് അതർവൈസ് ഒരു ഇൻസിഡന്റ് ഉണ്ടായാലും പിറ്റേ ദിവസം ഞാൻ അയാളെ കണ്ട് സംസാരിക്കും, അയാളോട് മിണ്ടും, വർത്തമാനം പറയും, എല്ലാം ചെയ്യും, കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറയും, കഴിഞ്ഞു. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം പറയാനുള്ളത്. എന്തറിയോ, ഇറ്റ് ടേക്ക് സോ മച്ച് ഓഫ് യുവർ എനർജി ടു ഹോൾഡ് ഗ്രഡ്ജസ്. നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടണമെങ്കിൽ അതിന് ഒരുപാട് എനർജി വേണം. ഒരാളെ വെറുക്കണമെങ്കിൽ എന്തോരം എനർജി വേണമെന്നറിയോ. സത്യം. അത് നമ്മൾ ആലോചിച്ചു പോകും. ഞാൻ അയാളോട് മിണ്ടില്ല, ഓക്കെ, മുഖം തിരിച്ച് നടക്കണം. ഇതൊക്കെ ആലോചിച്ചിരിക്കണമെങ്കിൽ എത്ര എനർജി വേണം, എത്ര നമ്മുടെ തോട്ട് പ്രോസസ്സ് അതിലേക്ക് പോകണം. അതിനേക്കാളും നല്ല ഒരുപാട് പണി എനിക്ക് വരെ ചെയ്യാനുണ്ട്. സോ ഐ ട്രൈ ടു അവോയ്ഡ് സച്ച് സിനാരിയോസ്. ഓക്കെ. അപ്പോൾ ആ ഒരു യങ് ഏജിൽ ഇങ്ങനെ ആരോടും ഒന്നും തുറന്നു പറയില്ല, എല്ലാം ഉള്ളിൽ വിഷമം ഒതുക്കി ഒതുക്കി നിന്നു. ഒരുപാട് അച്ഛനായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയിരുന്നു. അച്ഛനും ആ ഒരു പീരീഡിൽ
പോയി. അപ്പം ആ ഒരു ഫേസും പെട്ടെന്ന് പുറത്ത് വളർന്ന ഒരു കുട്ടി പിന്നീട് കേരള ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. ഇവിടെവായിട്ട് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് ജെല്ലാവാനൊക്കെ ആയിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവണം. പക്ഷെ ആ ഒരു അച്ഛൻ മരിക്കുന്നതിന് മുമ്പാണെങ്കിലും ദോഹയിൽ കളിച്ച് നടന്ന സമയത്തൊക്കെ ഈ സുചിത്രയുടെ ഉള്ളിൽ ആഗ്രഹം മൊത്തം എയർഫോഴ്സ് തന്നെയായിരുന്നു. അല്ല, എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ബിസിനസ് തന്നെയായിരുന്നു ആഗ്രഹം. ആണോ? കാരണം എൻ്റെ അച്ഛനൊരു അച്ഛൻ ആ ബിസിനസ്സുകാരനായിരുന്നല്ലോ. അപ്പൊ അപ്പൊ എൻ്റെ ആഗ്രഹം അത് ഞാൻ അച്ഛനെ പോലെ എപ്പോഴും അച്ഛനെ കോപ്പി അടിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ലൈക്ക് ലിറ്ററലി അമ്മ പറയും, ഓ അച്ഛൻ എന്ത് ചെയ്താലും അച്ഛന്റെ അവൾക്ക് അത് വേണം. ആ അതായത് അച്ഛൻ എന്ത് കറിയാണോ വയ്ക്കുന്നത് ആ കറി മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. വേറെ എന്ത് കറി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തൊടില്ല. ഞാൻ അത് നോക്കും, എന്താണ് അച്ഛൻ ആദ്യം എടുക്കുന്നത്, അത് അതേ അളവ്. ലൈക്ക് അപ്പൊ അങ്ങനെ അച്ഛനെ വരച്ച് കോപ്പി വരയിൽ ക്യാച്ച് ആയിരുന്നു നിർത്തിയിരുന്ന ഞാൻ. മോളായിരുന്നു. ഇന്നവേ അത് അങ്ങനെയും പറയാം. കാരണം ഇത്രയും അറ്റാച്ച്ഡ് ആകുമ്പോ അച്ഛൻ മോള് അച്ഛൻ പറയണതല്ലേ സ്മോക്കിംഗ് ഒക്കെ ഒരുവിധം കൺട്രോൾ ചെയ്തത് ഞാൻ കാരണമാണ്. കാരണാണ്. കാരണം ലൈക്ക് എനിക്ക് അലർജി ഉണ്ട്, സ്മോക്ക് അലർജി ഉണ്ട്. ഉം. അപ്പൊ അച്ഛൻ സ്മോക്ക് ചെയ്തിട്ട് വരുമ്പം എനിക്കത് ഓ, അലർജിക് ബുദ്ധിമുട്ടുണ്ടാവും. ആവുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അച്ഛന്റെ കുറെ ഹാബിറ്റ്സ് ഒക്കെ അമ്മ പറയും ഞാൻ കാരണം മാറിയിട്ടുണ്ട്. വെച്ചാൽ അച്ഛൻ പെർഫ്യൂം കമ്പനിയിലായിരുന്നു. അപ്പൊ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് അതൊരു കുഞ്ഞു ആ. കമ്പനിയായിരുന്നു. അപ്പൊ ഈ ഭയങ്കര ഓർഡേഴ്സ് വരും അവർക്ക്. ഉം. ഷിപ്സ് ഒക്കെ വരുന്നു, US ഷിപ്സ് ഒക്കെ വരുമ്പോൾ ഈ അത്തറിന് ഒരുപാട് ഓർഡേഴ്സ് ആ. വരും. അപ്പൊ അത്തർ വരുന്നത് ഒരു വലിയ അലുമിനിയം കേസിംഗ് ഒക്കെ ഉള്ള ഒരു ഇത്രയുള്ള ഒരു ബോട്ടിലാണ് ശരിക്കും മാനുഫാക്ചർ എടുത്തുനിന്ന് ഈ ഹോൾസെയിൽ കമ്പനീസിലേക്ക് വരാം. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർ ഇതിനെ കുഞ്ഞ് നമ്മള് ഉം. ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കുപ്പി ചെറിയ എടുത്തില്ലേ, മറ്റേ അതെ 4 സൈഡ് അതെ. ഒക്ടഗണൽ ആയിട്ടുള്ള ഒരു ഉം. 4 അല്ല 6 സൈഡ് ഉം. ഉള്ളൊരു കുപ്പി. അതിനകത്ത് ലൈക്ക് ഒരു ഗോൾഡൻ ബോട്ടിൽ. മനസ്സിലായി. ഈ ബോട്ടിലേക്ക് ഈ പെർഫ്യൂമറീസിലെ ആൾക്കാരാണ് നമ്മൾ ഇത് ആവശ്യമനുസരിച്ചാണ് അവരെന്ത് ചെയ്യുക, ഇത് ഉം. ബോട്ടിൽസിലേക്ക് ആക്കുക. ഉം. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയില്ല, അമ്മ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഞാൻ ചെറിയ തീരെ കുഞ്ഞായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഓർഡർ വന്നു. അപ്പം ചില സമയത്ത് ബൾക്ക് ഓർഡർ വരുന്ന സമയത്ത് എംപ്ലോയീസിന് മാത്രം ഒന്നും നോക്കി നമുക്ക് നിൽക്കാൻ പറ്റില്ല. അച്ഛനും കൂടെ കയറി ഇത് ഫില്ല് ചെയ്യാനോ ഒക്കെ. അതായത് 500ന്റെ ബോട്ടിൽ ആക്കണം, 250യുടെ ആക്കണം, 100 ആക്കണം, ഉം. 50യുടെ ആക്കണം. അപ്പൊ ഇത് ചെയ്ത് പിറ്റേ ദിവസം ഷിപ്പിലേക്ക് പോകണം ഈ സാധനങ്ങളെല്ലാം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് അച്ഛൻ ലേറ്റ് ആയിട്ട് വന്നിട്ട് ഈ എല്ലാ മിക്സ്ചറും ഉള്ള അത്രക്ക് അച്ഛന്റെ കയ്യിലും ഉണ്ട്. ഓക്കെ. അച്ഛൻ എന്ത് ചെയ്തു, ഞാൻ കിടന്നുറങ്ങുമായിരുന്നു, എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ഓക്കെ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സ്കിൻ ഫുൾ ബ്രേക്ക്ഔട്ട്സ് വന്ന് ആകെ റാഷസ് ഒക്കെ വന്ന് ഓ, എന്നെ എടുത്തോണ്ട് ഓടിയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അത്ര അലർജിക്. അപ്പൊ ഭയങ്കര അലർജിക്കായിരുന്നു ഞാൻ കൊച്ചിലെ. അപ്പം ഇപ്പം വലിയ പ്രശ്നമില്ല. ആസ് എ ചൈൽഡ് മേ ബി യാ. കുഞ്ഞായിരുന്നില്ലേ. അതിനുശേഷം അച്ഛൻ ആ ലൈക്ക് കുറച്ചും കൂടെ ലൈക്ക് അത്രയും സമയം നിൽക്കത്തില്ല. അല്ലെങ്കിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കുളിക്കും, അതൊക്കെ ചെയ്യും. സോ ലോട്ട് ഓഫ് ഹാബിറ്റ്സ്. സ്മോക്കിംഗ് ഇസ് വൺ മെയിൻ തിങ് ദറ്റ് ഹീസ് ഗിവൺ അപ്പ് ബിക്കോസ് ഓഫ് മീ. അങ്ങനെയൊക്കെ ഉണ്ട്. വരച്ച വരയിൽ നിർത്താമെന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ എല്ലാരും വരച്ച വരയിൽ നിർത്തുന്ന നിർത്തുന്ന ഒരാളായിരുന്നു. ആളായിരുന്നു. പിന്നെയും എന്തെങ്കിലും ഒരു സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ എൻ്റെ അതെ അമ്മ പറയും, നീ അച്ഛൻ നല്ല മൂഡിലിരിക്കുമ്പോൾ അച്ഛനോട് പോയിട്ട് ഇത് പറയണം. ആ. ഞാൻ പറയും ഉം. പറയാം. ശരി. അങ്ങനെയൊക്കെ ഓർഡർ. ഓക്കെ. പക്ഷെ അപ്പൊ അന്ന് ആഗ്രഹം മൊത്തം അച്ഛനെ പോലെ ഒരു ബിസിനസ്. ബിസിനസ് വുമൺ ആവണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ഡോക്ടർ ആക്കണം എന്ന്. ഓക്കെ. എനിക്ക് ഈ ചോരയും പരിപാടിയും ഒന്നും വലിയ താല്പര്യം പണ്ടേ ആ. ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ എപ്പോഴും ഒരു കോൺവെർസേഷൻ വരുമ്പോൾ ഞാൻ പറയും എനിക്ക് ഡോക്ടർ ആവണ്ട. അച്ഛൻ പറയും ആ എന്താ ഡോക്ടറായി ഈ ബിസിനസ് ആയ. അപ്പൊ അച്ഛൻ അന്ന് ഈ IIM എന്താണെന്നൊന്നും, IIM ഒരു സ്ഥലമാണ്, അവിടെ പോയി നമ്മൾ പഠിക്കണം, ഉം. ഇത് എനിക്കറിയില്ല. അപ്പൊ അച്ഛൻ പറയും നിനക്ക് അങ്ങനെ MBA ബിസിനസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ MBA ഒക്കെ ചെയ്യണം, IIMലോ ഹാർവേർഡിലൊക്കെ പോയിട്ട് MBA ഒക്കെ ചെയ്യണം എന്ന് പറയും. എന്ത് IIM എന്ത് ഹാർവേഡ്, എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കണം, അതെ. അത്രയല്ലേ ഉള്ളൂ. ഉം. അത് ഞാൻ പഠിച്ചോളൂ. ബിക്കോസ് അത്യാവശ്യം അന്ന് നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പൊ നന്നായി പഠിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ 95 ഒക്കെ കിട്ടിയ ദിവസം ഞാൻ വീട്ടിൽ വന്ന് കാര്യം എൻ്റെ 5 മാർക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ. അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. അപ്പൊ എന്നെ സംബന്ധിച്ച് IIM പഠിച്ചാ പോരെ. പക്ഷെ ഇത് ഇത്ര വലിയ സംഭവമാണെന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനു വേണ്ടി എൻട്രൻസ് ചെയ്തൊന്നും എനിക്കറിയില്ല. ഞാൻ വലിയ കാര്യത്തിൽ ഏറ്റിട്ടൊക്കെ ഉണ്ട്. ഞാൻ പഠിക്കും, ഓക്കെ. IIM ഇപ്പൊ പഠിക്കും, ആ. അങ്ങനെ. അപ്പം അതാണ് ആകെ ഞങ്ങൾ തമ്മിലൊരു എന്താ പറയാ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ മാത്രമായിരുന്നു. അപ്പൊ എൻ്റെ ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി എ ബിസിനസ് വുമൻ. വുമൺ തന്നെയായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ലൈഫിലെ തന്നെ ഓരോ സ്റ്റേജസ് മാറ്റിയൊക്കെ മനസ്സിൽ ഈ ആഗ്രഹം ഉണ്ടെങ്കിലും ഫാമിലിയും കൂടെ നമ്മളെ സമ്മതിക്കണമല്ലോ ഇതിനൊക്കെ പോവാനും ഒക്കെ ആയിട്ട്. പക്ഷെ സംഭവം ഇതെല്ലാം ലാസ്റ്റ് വന്ന് എത്തിപ്പെട്ടത് എയർ ഹോസ്റ്റസ് എന്നൊരു ഫീൽഡിലേക്ക് തന്നെയാണ്. അതില്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിലേക്ക് വന്ന് വീഴായിരുന്നു ചെയ്തത് അല്ലേ? അതേപോലെ തന്നെ ഈ ഫ്ലൈ ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ബിറ്റർ എക്സ്പീരിയൻസ്, പല തരത്തിലുള്ള പാസഞ്ചേഴ്സ് പല ക്യാരക്ടറിലുള്ളവരല്ലേ ഡീൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഒരു ക്യാബിൻ ക്രൂ ആയിട്ട് മൊത്തത്തിൽ ജെറ്റിലും ഖത്തറിലും എയർവേസിലും കൂടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം എത്ര ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്? ഐ തിങ്ക് ഓൾമോസ്റ്റ് 10 years. 10 ഇയേഴ്സ്. ഓക്കെ. അപ്പൊ ആ 10 ഇയേഴ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിറ്റർ എക്സ്പീരിയൻസസ് ഫേസ് ചെയ്തിട്ടുണ്ടാവണം. സത്യം പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഒരു ജെറ്റ് എയർവേസ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഫ്ലൈറ്റ്
ഇറ്റ് ഇസ് ട്രിവാൻഡ്രം ദമാം ഫ്ലൈറ്റ് ആണ്. വലിയ ലോഡൊന്നുമില്ല, അത് അത്യാവശ്യം എം ടി ആണ്. അപ്പം ഒരു നമ്മുടെ ഒരു നോർത്ത് നിന്നുള്ളൊരു ക്യാബിൻ ക്രൂ ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ എക്കോണമി ഇൻചാർജ് ആയിരുന്നു. അപ്പം ഈ കുട്ടി ആൽക്കഹോൾ സെർവിങ് ഉണ്ടല്ലോ, ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് നമ്മൾ ഉണ്ട്. ആൽക്കഹോൾ സെർവ് ചെയ്യും. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഇവര് ഇത് എന്തോ മറ്റേ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് മൊത്തം കുടിച്ച് തീർത്തിട്ട് എവിടുന്ന് പോകാവോ എന്ന് എന്തോ ശബ്ദം എടുത്തിട്ട് വരുന്ന പോലെയാണ് പല പാസഞ്ചേഴ്സും വരുന്നത്. അപ്പം ഈ ഒരു ഇച്ചിരി പ്രായമുള്ള ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ വന്നിട്ട് ആൽക്കഹോൾ ചോദിച്ചു. ഈ കുട്ടി കൊടുത്തു. അപ്പോൾ ഒരു 2-3 പെഗ് കഴിഞ്ഞപ്പം പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ തിരിച്ചു വരാം, കാരണം എനിക്ക് അടുത്ത പാസഞ്ചേഴ്സിനെ സെർവ് ചെയ്യണം, ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞു. അപ്പം ഇയാൾക്കത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ഈ കൊച്ചു പോയി. ഈ കൊച്ചു പോയതിൻ്റെ ബാക്കിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളോട് ഈ കുട്ടിയെക്കുറിച്ച് വളരെ മോശമായ ഒരു കാര്യം, അത് ഞാനിവിടെ പറയുന്നില്ല, ഓക്കെ. വളരെ മോശമായ ഒരു കാര്യം ഇയാൾ പറഞ്ഞു. അപ്പോൾ ഇയാൾ വിചാരിച്ചത് എല്ലാ ക്രൂവും നോർത്ത് ഇന്ത്യൻസ് ആണ്, മലയാളത്തിൽ പറഞ്ഞ ആർക്കും ഒന്നും മനസ്സിലാവില്ല. മനസ്സിലാവില്ല എന്ന് വിചാരിച്ചു. ഞാൻ ഇത് കേട്ടു. ഞാൻ ചോദിച്ചു ചേട്ടനിപ്പം, ഞാൻ ജസ്റ്റ് ചോദിച്ചു, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് വാട്ട് യു ജസ്റ്റ് സെഡ്. അപ്പോൾ അയാൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് വളരെ ഫോൾസ് ആയിട്ടൊരു സോറി സിസ്റ്റർ. എനിക്ക് സിസ്റ്ററും കൂടെ കേട്ടപ്പോൾ എനിക്ക് അങ്ങ് ഞാൻ പറഞ്ഞു, ചേട്ടനിപ്പോൾ എന്താ പറഞ്ഞു ഒന്നുകൂടെ പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാളുടെ മുഖം മാറി, മലയാളം അറിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. കഷ്ടമുണ്ട്. ഇയാളുടെ മോളുടെ പ്രായം പോലും ആ കൊച്ചിനുണ്ടാവില്ല. നിങ്ങളൊരു ഒരു ഒരു പെഗ്ഗിന് വേണ്ടിയിട്ടാണോ ഇത്രയും മോശമായിട്ട് ആ കുട്ടിയെക്കുറിച്ച് സംസാരിച്ചതെന്ന് വെച്ചാൽ. അയാളൊന്നും മിണ്ടുന്നില്ല. പോയി കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തു. അന്ന് ക്യാപ്റ്റൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സെക്യൂരിറ്റി വന്നിട്ടൊക്കെയാണ് അയാളെ കൂടെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കരച്ചിലായി, കാലും എടുത്ത അയ്യോ എൻ്റെ വീട്ടുകാർ വെയിറ്റ് ചെയ്യുന്നു, ആ സീനൊക്കെ ആയി. പക്ഷെ ആ ഒരു മെൻറ്റാലിറ്റി ഇല്ലേ, എന്തിനാണ് എനിക്കിപ്പോഴും ഇതിലും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് വേർസ്റ്റ് എന്ന് ചോദിച്ചു, ബിറ്റർ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. അതായത് ഫോർ എ 30 ml peg of alcohol, you've just said some nonsense about somebody you don't even know. അത് എവിടെ നിന്നാണ് ആ മൈൻഡ് സെറ്റ് വരുന്നത്? അത് ഭയങ്കര ഒരു വൃത്തികെട്ട മൈൻഡ് സെറ്റാണ്. എനിക്കത് എന്നെ സംബന്ധിച്ചോളം എന്നെ ഏറ്റവും ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യം അതാണ്. പാസഞ്ചർ ദേഷ്യപ്പെടും, ഓക്കെ എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, ദാറ്റ് ഇസ് ഫൈൻ, വി ക്യാൻ ഓൾവേസ് ഹാൻഡിൽ ദാറ്റ്. ഇറ്റ്സ് ഓൾവേസ് ഇൻ എ വേ ഇറ്റ്സ് ദെയർ റൈറ്റ് ഓൾസോ. ഓക്കെ, അവർ ഇത്രയും പൈസ തന്നൊരു ടിക്കറ്റ് എടുക്കുമ്പോൾ ഓക്കെ ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇത് പറയാനുള്ള റൈറ്റ്സ് അതാർക്കും ഇല്ല. യു ഹാവ് നോ റൈറ്റ് ടു സേ സംതിങ് so bad about anybody just because you didn't get what you wanted at the time that you wanted. അല്ലേ? Passengers are always angry, they are always upset, they might have reason, and sometimes they have reason also to be upset, sometimes they don't, that's fine, we know how to handle that. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എനിക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ആളോട് നമ്മൾ എന്താ പറയേണ്ടത്? ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരോട് നമ്മൾ എന്ത് രീതിയിൽ ഇവരെ അപ്രോച്ച് ചെയ്യണം? അത് പറഞ്ഞിട്ട് എന്നെ ഓർത്ത് നോക്കിയിട്ട് എന്താ സിസ്റ്റർ എന്ന് ചോദിച്ച ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സിസ്റ്ററിനെ കുറിച്ചാണോ സാർ ഇപ്പൊ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഷീസ് ലൈക്ക് മൈ സിസ്റ്റർ. ഞാൻ പറഞ്ഞ സിസ്റ്ററിനെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആൾക്കാർ മലയാളിയാണ്. അപ്പൊ ഈ 10 years വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സുചിത്രയ്ക്ക് ഒരു പോയിന്റിൽ തോന്നിയോ, ഇനി എനിക്ക് ഒരേ ഒരു പാറ്റേൺ ഓഫ് ലൈഫ് ഇത് മടുത്തു, എനിക്കിനി മതി, ഇനി ഐ നീഡ് ചേഞ്ച്, അങ്ങനെ തോന്നിയിട്ടാണോ ഇത് ക്വിറ്റ് ചെയ്തിട്ട്? അല്ല, ഞാൻ ആക്ച്വലി എനിക്കൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഞാൻ ക്വിറ്റ് ചെയ്യാനുള്ള കാരണം അതൊന്നുമല്ല. എനിക്കൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു, ഒരു ഷോൾഡർ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അത് ഈ റെസ്റ്റ് ചെയ്യാതെ ഇപ്പം ഖത്തറിൽ ആ സമയത്ത് ഒരുപാട് പുതിയ ക്രൂ വരുന്ന സമയമായിരുന്നു. ബേസിക്കലി പുതിയ ക്രൂ വരുന്ന സമയത്ത് അവരെ ക്യാബിനിലായിരിക്കും ഇടാം, നമ്മളെപ്പോഴും ഗാലിയിലായിരിക്കും. ഗാലി കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ളവരെ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഈ ഗാലി ഹാൻഡിൽ ചെയ്യുമ്പോൾ യു ആർ ഓൾവേസ് ലിഫ്റ്റിംഗ് മെറ്റൽ കണ്ടെയ്നേഴ്സ് ഒക്കെ നമ്മൾ എപ്പോഴും ലിഫ്റ്റ് ചെയ്യും. ഇതിനകത്തൊക്കെ ജ്യൂസ് ഒക്കെ അടുക്കി വെച്ച കണ്ടെയ്നർ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ റൈറ്റ് ഷോൾഡർ അല്ലേ എപ്പോഴും എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആയപ്പോൾ അവസാനം ഡോക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, യു ഹാവ് എ ചോയ്സ്, ഒന്നുമില്ലെങ്കിൽ താൻ കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, എന്നിട്ട് ഈ ഷോൾഡർ ഒരു പോയിന്റ് എത്തുമ്പോൾ വർക്ക് ചെയ്യാതാവും, ഫ്രോസൺ ഷോൾഡർ ആവും, അത് തൻ്റെ ഒരു ചോയ്സ് ആണ്. അല്ലെങ്കിൽ താൻ ഇപ്പോൾ ഒരു 2-3 months ലീവ് എടുത്തിട്ട് ട്രീറ്റ് ചെയ്തിട്ട് കം ബാക്ക് ചെയ്യാം. ഓക്കെ. സോ ആ പോയിന്റ് എത്തിയപ്പോൾ ഞാൻ പോയിട്ട്, ഞാൻ ആക്ച്വലി ലീവായിരുന്നു, മെഡിക്കൽ ലീവാണ് എടുത്തത്. ബട്ട് ബിക്കോസ് ഓഫ് കൊറോണ അങ്ങനെ ലീവ് ഉണ്ടായിരുന്നവരെല്ലാം എന്ത് ചെയ്തു, ലെറ്റ് ഗോ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ക്വിറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ടെക്നിക്കലി ഐ ഡിഡ്ന്റ് ക്വിറ്റ്, ഐ ഹാഡ് ബേസിക്കലി അതാണ്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് വന്നിരിക്കും, അപ്പം എഗെയിൻ ഒരു ഡിസാസ്റ്റർ അല്ലേ ലൈഫിൽ. വിചാരിക്കാതിരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വിചാരിച്ചിരുന്ന സമയത്ത് അത് ഇങ്ങനെ വന്നു എൻറ്റപ്പ് ചെയ്തു. അപ്പൊ അവിടെ നിന്നും ഈ ഒരു അക്കാഡമിയിലേക്ക് ആ ഒരു തോട്ട് പോയത് എങ്ങനെയാണ്? അക്കാഡമിയിലേക്ക് എനിക്ക് ഇപ്പൊ നേരത്തെ ചോദിച്ചില്ല എൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും മടുത്തിട്ടുണ്ടോന്ന്. ഒബ്വിയസ്ലി നമ്മൾ കുറെ ബാക്ക് ടു ബാക്ക് ഫ്ലൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സെയിം ഒരു ഇത് മതി,
വല്ല ഗ്രൂമിങ്ങിലേക്കൊക്കെ പോകാമെന്നൊക്കെ ആൾക്കാർ പോയി. ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിച്ചത് ട്രെയിനിങ്ങിലേക്ക് പോകണമെന്നാണ്. എനിക്ക് എപ്പോഴും ട്രെയിനർ ആവാനായിരുന്നു ഇഷ്ടം. അപ്പം ഐ വാണ്ടഡ് ടു ബി എ ട്രെയിനർ. എനിക്ക് ഇവൻച്വലി ഒരു മെയിൽ ഇങ്ങോട്ട് വരിക ചെയ്തത്. ഒരു എഡ്യൂക്കേഷൻ അക്കാഡമിയിൽ നിന്നും എനിക്കൊരു മെയിൽ വന്നിട്ട് പറഞ്ഞു ദിയർ ഫാക്കൽറ്റി ആയിട്ടോ? ഫാക്കൽറ്റി ഓക്കെ. അവർ ഏവിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അപ്പം ഓക്കെ. അവർക്കൊരു ഏവിയേഷൻ ഫാക്കൽറ്റീനെ വേണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഉം. ഞാൻ ഓർത്തു ഓക്കെ എന്തായാലും എനിക്ക് ട്രെയിനർ ആവാനാണ് ഇഷ്ടം. ഉം. ഈവൻ ഇഫ് ഐ ഗോ ബാക്ക്, ഇപ്പൊ കോവിഡ് ആണെങ്കിലും എനിക്ക് റീകോൾ വരും. റീകോൾ വരുന്ന സമയത്ത് ഈ ഒരു നോക്കാം. എക്സ്പീരിയൻസ് Yeah. ഉണ്ടെങ്കിൽ മേ ബി എനിക്ക് ട്രെയിനറായിട്ട് കൂടെ കയറാമല്ലോ. ഉം. ഖത്തറിൽ തന്നെ തിരിച്ച് എന്നെ റീകോൾ ചെയ്യുന്ന സമയത്ത് ഐ ക്യാൻ സേ ദാറ്റ് ഡ്യൂറിങ് ദ 1 year ഞാൻ ഇപ്പോൾ ലേ ഓഫ് ആയിരുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ട്രെയിനർ ആയിരുന്നു എന്ന് പറയാം. അപ്പൊ എന്നെ അത് എക്സ്പീരിയൻസ് ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കും വൈ നോട്ട്. ഉം. അങ്ങനെയാണ് ഞാൻ ഫാക്കൽറ്റി ആയിട്ട് പോകുന്നത്. അവിടെ ഞാൻ കുറെ കാര്യങ്ങൾ കണ്ടു. അതൊന്നും അത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല. അപ്പോഴാണ് എവിടെ? ഞാൻ നാട്ടിൽ തന്നെയാണോ? നമ്മുടെ കേരളത്തിലാണോ? എടപ്പള്ളി തന്നെ, ഓ. ഇൻ ഓക്കെ. കുട്ടൻ ഇൻ ഓക്കെ. എടപ്പള്ളി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏവിയേഷൻ, ഞാൻ എപ്പോഴും പറയാറുള്ളത് ഏവിയേഷൻ എല്ലാവരും ചെയ്യേണ്ട കോഴ്സല്ല. ഏവിയേഷന് പ്രീ റിക്വയർമെന്റ് ഉണ്ട്. ഏവിയേഷന് സർട്ടൻ ഫിസിക്കൽ റിക്വയർമെന്റ്സ് ഉണ്ട്, സർട്ടൻ ഇമോഷണൽ റിക്വയർമെന്റ്സ് ഉണ്ട്. ഇത് ഫുൾഫിൽ ചെയ്യുന്ന കാൻഡിഡേറ്റ് മാത്രമേ ഏവിയേഷൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓ, മിക്ക അക്കാഡമിയും അതും നോക്കാതെ വരുന്ന ആപ്ലിക്കേഷൻസും വരുന്ന എല്ലാവരെയും അഡ്മിഷൻ കൊടുക്കാണ്. BBA വിത്ത് ഏവിയേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് കോളേജസിൽ. അതെ. BBA വിത്ത് ഏവിയേഷൻ, BBA ആണ് അവർ പഠിപ്പിക്കുന്നത്, ഏവിയേഷൻ ആഡ് ഓൺ ആയിട്ട് കൊടുക്കും. ആ. ഈ വരുന്ന കുട്ടികളുടെ ഹൈറ്റ് ഇവർ ചെക്ക് ചെയ്യുന്നുണ്ടോ, അവരുടെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടോ, ഇല്ല. അവരുടെ മെഡിക്കൽ കണ്ടീഷൻ ചോദിക്കുന്നുണ്ടോ, പോട്ടെ ബാക്കി എല്ലാം മറന്നേക്കും. മെഡിക്കൽ കണ്ടീഷൻ ചോദിക്കുന്നുണ്ടോ, ഇല്ല. അവർക്ക് എന്തെങ്കിലും ഐസൈറ്റ് ഇഷ്യൂ ഉണ്ടോ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ, ഇല്ല. ഇത്രയും ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഇവർ ക്യാബിൻ ക്രൂ ആക്കുക? ക്യാബിൻ ക്രൂ പോട്ടെ, ഗ്രൗണ്ട് സ്റ്റാഫ് എങ്ങനെയാക്കാൻ പോകുന്നത്? യു കനോട്ട് ഡു എനിത്തിങ്. ബേസിക് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്ത കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ റെസ്പോൺസിബിലിറ്റി അയ്യോ, അല്ല അത് അതെന്തൊരു ചോദിക്കേണ്ടത്. ഞാൻ ഇന്റർവ്യൂവിന് പോവാറായി ഈ കുട്ടികൾ എന്നുള്ള സമയത്ത് ഞാനിങ്ങനെ പറയാണ്, നിങ്ങൾ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു നീഡ് ടു ബി കെയർഫുൾ. കുറച്ച് ദിവസത്തേക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, ഓയിലി ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. കാരണം നമ്മുടെ പ്രഷറും ഒക്കെ നോർമൽ ആയിരിക്കണമല്ലോ. അപ്പോഴാണ് ഈ പയ്യൻ എന്നോട് പറഞ്ഞത്, മാം എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, ഷുഗർ ലോ ടൈപ്പ്, മറ്റേ ലോ ഷുഗർ ടൈപ്പ് ഓഫ് ഡയബറ്റീസ്. ഞാൻ ചോദിച്ചു, നിന്നോട് ഇത് ആരും ചോദിച്ചില്ലേ ഏവിയേഷൻ വന്ന് അഡ്മിഷൻ എടുത്തപ്പം? ഇല്ല. എത്ര ആയിട്ടുള്ള കൊച്ചിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓ, കാരണം എന്താ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ? +2. എന്ത് ഈ കുട്ടി നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അത് നമുക്ക് വല്ല ഹോട്ടലിലും പ്ലേസ് ചെയ്യാം. ഹോട്ടലിലോ ഏവിയേഷൻ പഠിച്ച കുട്ടീനെയോ? അയ്യോ, ഏവിയേഷൻ പഠിച്ച കുട്ടീനെ ഹോട്ടലിലോ? എത്ര അക്കാഡമീസ് ഏവിയേഷൻ പഠിച്ച കുട്ടികളെ എയർലൈനിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഞാൻ എഴുതി തരാം. ഇന്ന് കേരളത്തിൽ ഒരു 10,000-4000 കുട്ടികളെങ്കിലും ഒരു വർഷം ഏവിയേഷൻ പഠിച്ചിറങ്ങുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത്രയും റിക്വയർമെന്റ് ഒന്നും കേരളത്തിൽ നിന്ന് ഏവിയേഷനിലേക്ക് ഇല്ല. ഇല്ല. അതെ. സെക്കൻഡ്ലി, ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ ഒരു 5% ആണ് ആക്ച്വലി ഏവിയേഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ. ബാക്കിയുള്ള പിള്ളേർ ഇവരെന്ത് ചെയ്യുന്ന അറിയോ? ഇവർ കൊണ്ടുപോയി ഡ്യൂട്ടി ഫ്രീയിലിടും. ഡ്യൂട്ടി ഫ്രീയിൽ കുറേ കടകളുണ്ട്, എയർപോർട്ടിനകത്ത് കുറേ കടകളുണ്ട്. ഈ കട ഏവിയേഷൻ പഠിച്ച കുട്ടികളാണോ? നെക്സ്റ്റ് ടൈം യു ട്രാവൽ, ഗോ ടു ഷോപ്പ്, ആസ്ക് ദം എന്ത് പഠിച്ചു. ഒരു അക്കാഡമികളുടെ പേരും പറഞ്ഞുതരും, എന്താ പഠിച്ചതെന്നും പറഞ്ഞുതരും. ലൗഞ്ച്, ബാംഗ്ലൂർ ലൗഞ്ചിൽ, നെക്സ്റ്റ് ടൈം യു ഗോ ടു ദ ബാംഗ്ലൂർ എയർപോർട്ട് ലൗഞ്ച്, അവിടെ കുറേ കുട്ടികളുണ്ട്, അവർ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്, അവർ ഈ പറഞ്ഞ അവിടെ കസ്റ്റമേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. 80% ഓഫ് ദ സ്റ്റുഡൻസ് ദർ, ഐ മീൻ കാൻഡിഡേറ്റ്സ്, അവിടുത്തെ ആൾക്കാർ ഏവിയേഷൻ സ്റ്റുഡൻസ് ആണ്. ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ ലൗഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു 80% എംപ്ലോയീസും ഏവിയേഷൻ സ്റ്റുഡൻസ് ആണ്. അതിൽ വേറൊരു കോമഡി എന്താ പറയുക, ഈ കുട്ടികൾ ഇത് പഠിച്ചതും പോരാ, ഈ കോഴ്സ് പഠിച്ചതും പോരാ, ഈ ജോലി കിട്ടാൻ ഇവർ വേറെ പൈസ കൊടുക്കണം. ഞാൻ പ്ലേസ്മെന്റ് ഇതൊക്കെ ഗ്യാരണ്ടി ഒക്കെ പറയുന്ന എത്രയോ അക്കാഡമീസ് ഉണ്ട്. ഭയങ്കര ഗ്യാരണ്ടിയാണ്. ഞാൻ റീസെന്റ് സംസാരിച്ചാണ് ഒരു കുട്ടിയോട്, പേരൊന്നും ഞാൻ പറയുന്നില്ല, 99,000 എന്തോ അയാൾ ഫീസ് അടച്ചു ഈ പറഞ്ഞ അക്കാഡമിയിൽ പഠിക്കാൻ. അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ആള് നടത്തുന്ന അക്കാഡമിയാണ്. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ എയർപോർട്ടിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ആ ജോലിക്ക് പ്ലേസ്മെന്റ് ചാർജസ് ഉണ്ട്, 50,000 രൂപ പ്ലേസ്മെന്റ് ചാർജ്. എന്താ ജോലി? ലൗഞ്ചിൽ പ്ലേറ്റ്സ് എടുക്കുക. അതിന് മുമ്പ് ഞാൻ സംസാരിച്ചൊരു കുട്ടിയാണ്. ആ കുട്ടി HR കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നു.
അപ്പം നോക്കുമ്പോൾ ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്ത് ഏവിയേഷൻ പഠിച്ചിട്ട് ഇതിന് വന്നേക്കുന്നത്? അല്ല മാം അത് ഞാൻ പഠിച്ചു, പക്ഷെ ഞാൻ ഡിഗ്രി ഇല്ലാതെയാണ് ചെയ്തത്, ഡിപ്ലോമയാണ് ചെയ്തത്. അപ്പം എന്നെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിൽ വർക്ക് ചെയ്യിപ്പിച്ചു. 12,000 റുപ്പീസ് സാലറി. വീട്ടുകാർ അങ്ങോട്ട് പൈസ കൊടുക്കണം സ്റ്റേ ചെയ്യാൻ. അവസാനം വീട്ടുകാരോട് മതി, നിങ്ങൾക്ക് ഒന്നോ പോരാൻ പറഞ്ഞു. നമുക്കറിയാം ഒരു ഏവിയേഷന് പഠിക്കാനുള്ള ഫീസ് എത്രയാണെന്ന്. എന്തൊരു എമൗണ്ട് ആണ് ഓരോ അക്കാഡമിയും ചാർജ് ചെയ്യണത്. അപ്പോ ആ ചില കുട്ടികൾക്ക് ഒരുപക്ഷെ ഇതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തവർക്ക് അറിയായിരിക്കും, എനിക്ക് ഇത്ര ഹൈറ്റ്, ഇത്ര വെയിറ്റ്, ഇതൊക്കെ മെഡിക്കൽ കണ്ടീഷനൊക്കെ ആണെങ്കിൽ എനിക്ക് ഇതിന് പോയിട്ട് കാര്യമുള്ളൂ എങ്കിൽ മാത്രം അപ്രോച്ച് ചെയ്യുള്ളൂ. ചില ആൾക്കാർ ഇതൊന്നും അറിയുന്നില്ലാതെയും ഇതിനോടുള്ളൊരു പാഷൻ കാരണം പോകുന്നവരുണ്ട്. അപ്പൊ ഇത്രയും ഫീസും കൊടുത്ത് അവർ പഠിച്ചിട്ട് അവസാനം അവർ ഗെയിൻ ചെയ്യണത് ഇതാണോ? അതാണ് അതിന് ഈ പറഞ്ഞ പോലെ യു ഹാവ് ടു റിസർച്ച്. ഇന്നത്തെ കാലത്ത് എല്ലാവരും പൈസ ഉണ്ടാക്കാൻ നടക്കുകയാണ്. എവറിബഡി വാണ്ട്സ് ടു മേക്ക് മണി. യു ഓൾസോ വോണ്ട് ടു മേക്ക് മണി, ബട്ട് വി വോണ്ട് ടു ഡു ഇറ്റ് ദ റൈറ്റ് വേ. യു ഹാവ് ടു ഡു ദ റിസർച്ച്. ഇപ്പം പിള്ളേരെ എന്ത് പറഞ്ഞാൽ ഇവർ ട്രാപ്പ് ചെയ്യുന്നതെന്ന് അറിയോ? ക്യാബിൻ ക്രൂ ആവാൻ +2 മതി. ക്യാബിൻ ക്രൂ ആവാൻ +2 മതി. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, 10,000 പിള്ളേർ വരുമ്പോൾ 8 പേരെയാണ് സെലക്ഷൻ കിട്ടുന്നത്. ഔട്ട് ഓഫ് 10,000 പീപ്പിൾ 8 ആർ സെലക്ടഡ് ഇൻ എൻ എയർലൈൻ ലൈക്ക് ഖത്തർ. ഈവൻ ഇഫ് യു ടേക്ക് ഇൻഡിഗോ ഓർ എയർ ഇന്ത്യ, 2,000-3,000 കുട്ടികൾ പോകുന്നിടത്ത് 10 പേർക്ക് സെലക്ഷൻ കിട്ടിയാലായി. ആ റേഷ്യോ കുറയുന്നേ ഉള്ളൂ. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കുറയുന്നേ ഉള്ളൂ. 2,000 കാൻഡിഡേറ്റ്സ് പോയാലും 1,000 കാൻഡിഡേറ്റ്സ് പോയാലും ദേ ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് എവറിബഡി. വാട്ട് യു നീഡ് ടു ഹാവ് യുവർ ബാക്കപ്പ് പ്ലാൻ. നിങ്ങൾക്ക് ക്യാബിൻ ക്രൂവേ ആയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരി ഗുഡ്, നല്ല കാര്യം. പക്ഷെ നിങ്ങളുടെ ബാക്കപ്പ് പ്ലാൻ എന്താ? വാട്ട് ഇഫ് യു ഡോണ്ട് ഗെറ്റ് സെലക്ടഡ് ഇമ്മീഡിയറ്റ്ലി? വാട്ട് ഇഫ് യു നീഡ് ടു വെയിറ്റ് എ ലിറ്റിൽ? വാട്ട് ഇഫ് യു നീഡ് ടു ഇംപ്രൂവ് യുവർ സെൽഫ്സ്? വാട്ട് ആർ യു ഗോയിങ് ടു ഡു? വേർ ഇസ് യുവർ ബാക്കപ്പ് പ്ലാൻ? ആ ബാക്കപ്പ് പ്ലാനാണ് നമ്മൾ പറയുന്നത് ഡിഗ്രി ചെയ്തിട്ട് വരൂ, അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യൂ, ഡിഗ്രി ഉള്ള ഏതെങ്കിലും ഒരു ഏവിയേഷൻ കോഴ്സ് ചെയ്യൂ എന്ന് പറയുന്നത്. അതും ഇപ്പോൾ ഇവരോട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം പല കോളേജസിലും ഈ BBA വിത്ത് ഏവിയേഷൻ കഴിഞ്ഞ് വരുന്ന പിള്ളേർക്ക് ഒന്നും അറിയത്തില്ല. എന്താ കാര്യം? BBAയുടെ കൂടെ ഈ ഏവിയേഷൻ ഒരു ആഡ് ഓൺ കോഴ്സാണ്. അവസാനത്തെ 6 മാസത്തെ ഒരു 10 ക്ലാസ് കൊടുക്കും. ഈ പിള്ളേരോട് പോയിട്ട് നിങ്ങൾ എന്താ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അയ്യോ മാം ഞങ്ങൾ ഇതിൻ്റെ കുറച്ച് പഠിച്ചു, മറ്റേതിൻ്റെ ഇത്തിരി പഠിച്ചു, ഇതിൻ്റെ ലേശം പഠിച്ചു. ബേസിക്കലി ദേ നോ നത്തിങ്. അതെന്താ കാര്യം? പലയിടത്തും പ്രോപ്പറായിട്ടൊരു ഏവിയേഷൻ ട്രെയിനർ പോലുമില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ബിഗ്ഗസ്റ്റ് കോളേജസ് ഇൻ കേരള. നാളെ ഇനി വധഭീഷണി വല്ലതും വരുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഏറ്റവും വലിയ വലിയ കോളേജസ് കേരളത്തിലും ബാംഗ്ലൂരിലും ഒക്കെയുള്ള വലിയ വലിയ കോളേജസിൽ BBA വിത്ത് ഏവിയേഷൻ എന്ന് പറഞ്ഞ ഒരു ആഡ് ഓൺ പ്രോഗ്രാം ചെയ്യും. അവർക്ക് ഡെഡിക്കേറ്റഡ് ഏവിയേഷൻ ഫാക്കൽറ്റി പോലും ഇല്ല. എന്താ ചെയ്യുന്നത്? ഫ്രീലാൻസേഴ്സിനെ കൊണ്ടുവരും. എല്ലാ മാസവും ഒരു ദിവസം ഒരു ഫ്രീലാൻസറിനെ കൊണ്ടുവരും. അത് അവസാനത്തെ 6 മാസം എനിക്കിഷ്ടമുള്ളത് ഞാൻ പഠിപ്പിക്കും. ഞാൻ എന്താ പഠിപ്പിച്ചിട്ട് പോയെന്ന് അടുത്ത് വരുന്ന ആൾക്ക് അറിയാവോ? ഇല്ല. അയാൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അയാൾ പഠിപ്പിക്കും. അപ്പോൾ ഓബിയസ്ലി എല്ലാവരും തുടങ്ങുമ്പോൾ എങ്ങനെ തുടങ്ങും? ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം തുടങ്ങും. ഈ ബേസിക് ആയിട്ടുള്ള കാര്യം 10 പ്രാവശ്യം റിപ്പീറ്റ്. അവസാനം ഈ കൊച്ചിറങ്ങി വരുമ്പോൾ ഒരു ബുക്ക് വായിച്ച നോളജ് പോലും ഈ കൊച്ചിനുണ്ടാകത്തില്ല. ഇതിനെ എവിടെ കൊണ്ട് ഇവർ ഏവിയേഷനിൽ പ്ലേസ് ചെയ്യും? ചില കുട്ടികൾ അതിനകത്ത് ഇപ്പൊ ഇത്രയും കുട്ടികൾ കോളേജസിലേക്ക് വരുമ്പോൾ ഒരു 1-2 കുട്ടികൾ ബ്രൈറ്റ് ആയിരിക്കും. അവർ സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് അത് പഠിച്ചെടുക്കാനൊക്കെ ഉള്ള സ്കില്ലുള്ള കുട്ടികളായിരിക്കും. അതിൽ 1-2 വല്ല എയർലൈനിലും ജോലി കിട്ടും. അത് വെച്ച് ഇവർ മാർക്കറ്റ് ചെയ്യും. പിന്നെ വേറൊരു പുതിയ ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട്. ജോലിയേ കിട്ടാത്ത പിള്ളേർക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഇടുന്ന ട്രെൻഡ്. ഞാൻ നാളൊരു വീഡിയോ ഉണ്ട് ഒരു പയ്യന്റെ. അതെന്ത് സ്കാം? ഞാൻ കാണിച്ചു തരാം. ആഫ്റ്റർ ദിസ് ഐ വിൽ ഷോ യു ദ വീഡിയോ. ആ പയ്യൻ പറയാ, ഇത് എന്റെ ഫോട്ടോ, എന്റെ പേര്, ഞാൻ ഇവിടെ പഠിച്ചു എന്നുള്ള സത്യമാണ്, എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. ഇവരെ വിളിച്ച് ഞാൻ ഓൾറെഡി ഒരിക്കൽ പറഞ്ഞാണ് എനിക്ക് ഇവിടെ ജോലി കിട്ടിയിട്ടില്ല, ഇത് മാറ്റണം. ഇവർ വീണ്ടും ഇത് ഇട്ടേക്കുന്നു. ആ കുട്ടിയുടെ പെർമിഷൻ പോലും ഇല്ലാണ്ട്. ഓഫ് കോഴ്സ് ആ കുട്ടിയുടെ പെർമിഷൻ ഇല്ലാണ്ട്. അപ്പൊ അവരതിനെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്തില്ലേ പാരന്റ്സ്? അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒബിയസ്ലി ദിയർ ബിഗ് അക്കാഡമീസ് ബീൻ ഹിയർ ഫോർ ലോട്ട് ഓഫ് ഇയേഴ്സ്. അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിനെ വെച്ച് ബോട്ടിനെ വെച്ചൊക്കെ ആ പയ്യന്റെ പ്രൊഫൈല് എന്താ പറയാ റിപ്പോർട്ട് ചെയ്ത് ആ വീഡിയോ കളയിക്കും. അവർ വീണ്ടും ഇടും. വേറെ എന്തൊക്കെയാണ് ഈ ഇതിന്റെ പിന്നിലുള്ള ഓരോ സ്കാം എന്ന് പറയണത്? അനദർ സ്കാം. ഇത് അക്കാഡമി റിലേറ്റഡ്. ഞാൻ പറഞ്ഞ പോലെ ഈ ജോലി കിട്ടി പഠിച്ച കുട്ടികളെ പിന്നീട് പൈസ കൊടുത്ത് വേറെ പ്ലേസ് ചെയ്യിപ്പിക്കുക എന്നുള്ള സ്കാം. അത് ഞങ്ങളെയും വിളിച്ചിട്ട് പറയും, മാം ഇന്ന എയർപോർട്ടിൽ വേക്കൻസി ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ടെക്സ്റ്റ് കാണിച്ചു തരാം, GHAയുടെ വേക്കൻസി ഉണ്ട്. അപ്പം GHA എന്ന് പറഞ്ഞാൽ നമ്മൾ തുറത്തില്ല, ബിക്കോസ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയാണ്. പകുതി സാലറി പോലും എയർലൈൻ കൊടുക്കുന്ന കിട്ടത്തില്ല. സ്റ്റാഫ് ട്രാവൽ ബെനിഫിറ്റ്സ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ പക്ഷെ ചുമ്മാ ചോദിക്കും, ജസ്റ്റ് ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ എന്താ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. അപ്പം ലോകം കാണാത്ത കേൾക്കാത്ത ലക്നൗ മറ്റേ എവിടത്തേക്കോ ഉള്ള കുറെ എയർപോർട്ട്സിലാണ് ഈ ജോലികൾ. എന്താ സർവീസ് ചാർജ്? 60,000 രൂപ. ഈ 60,000 രൂപയിൽ മാമിന് 20,000, എനിക്ക് 40,000. ഹായ്. അല്ല, നല്ല ഡീലാണ്. വെൻ യു ആർ എ കട്ട് ത്രോട്ട് ബിസിനസ് മാൻ, ഇറ്റ് ഇസ് എ ഗുഡ് ഡീൽ അല്ലേ? സൂപ്പർ ഡീലാ. ഞാൻ പറയും
വെറുപ്പിക്കാൻ ഞാൻ ആരോടും തല്ലൊന്നും പിടിക്കാൻ പോലെ പറയാം, ഇപ്പം നമുക്ക് കാൻഡിഡേറ്റ്സ് ഇല്ല, ഞാൻ വരുമ്പോൾ പറയാട്ടോ എന്ന് പറയും. ഇതുവരെ ഞങ്ങൾ ആരെയും GH വിട്ടിട്ടില്ല. നമ്മുടെ ഇന്ത്യയിൽ പ്ലേസ് ആയിട്ടുള്ള ഒരു കുട്ടികളെ നമ്മൾ പൈസ കൊടുത്ത് എവിടെയും പ്ലേസ് ചെയ്യിപ്പിച്ചിട്ടില്ല. എല്ലാവരും ഇന്റർവ്യൂവിന് പോയി ക്രാക്ക് ചെയ്ത് കയറിയതാണ്. പേയ്മെന്റ് വരുന്നത് ദുബായിലേക്ക് പോകുമ്പോൾ വരും. ബിക്കോസ് വെൻ യു ആർ ഡൂയിങ് പ്ലേസ്മെന്റ്സ് വിത്ത് ദുബായ്, നമ്മൾ അവിടെ തേർഡ് പാർട്ടി ഏജൻസിയുടെ ത്രൂ ആണ് ചെയ്യുന്നത്. ആ ഏജൻസിക്ക് നമ്മൾ ഇവരുടെ വിസ ചാർജസും പേയ്മെന്റ് ചാർജസ് ഒക്കെ കൊടുത്തേ പറ്റത്തുള്ളൂ. ദാറ്റ് ദേ വി ആർ സം ടു ഡീൽ വിത്ത് ഡയറക്ട്ലി വിത്ത് ദി ഏജൻസി. അതല്ലാതെ നാട്ടിൽ ഒരു ജോലി ഏവിയേഷനിൽ കിട്ടാൻ ആർക്കും നമ്മൾ ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. വിദേശത്ത് പോകുമ്പോൾ നമ്മൾ അതിന്റെ വിസ ചാർജസും സർവീസ് ചാർജസും, ബിക്കോസ് ഓക്കെ. നമ്മൾ ഇമിഗ്രേഷൻ ഏജൻസിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട്സ് ഇല്ല. സോ വി നീഡ് ദ ഹെൽപ്പ് ഓഫ് എ തേർഡ് പാർട്ടി ടു ഗെറ്റ് ദ ജോബ്. അതവരുടെ വെറുതെ നമുക്ക് ചെയ്തു തരത്തൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ ആ സർവീസ് ചാർജ് അവർ പേ ചെയ്യണം. ആൻഡ് വി ആസ്ക് ദം ടു പേ ഡയറക്ട്ലി ടു ദി ഏജൻസീസ്. നമ്മൾ അതിലിപ്പം ഇൻവോൾവ് ചെയ്യാറില്ല, ബിക്കോസ് നമ്മൾ ഇൻവോൾവ് ചെയ്താൽ അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്യാറില്ല. ബട്ട് ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ. അതേപോലെ തന്നെ ഇന്റർവ്യൂവിന് അങ്ങനെയാണെങ്കിൽ ഗ്യാരണ്ടി തരാമെന്നും പറഞ്ഞ് പറ്റിക്കാനും ആൾക്കാരുണ്ടാവുമല്ലോ. അത് ഞാൻ പറയാം, ദിസ് ഇസ് വാട്ട് ഐം കമ്മിങ് ടു. അടുത്ത സ്കാം എന്താണെന്നറിയോ? ഡയറക്ട്ലി സ്റ്റുഡൻസിനെ സ്കാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുകയാണ്. ഈ വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ ഇവർ കുറച്ച് നല്ല കാൻഡിഡേറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യും. ഓബിയസ്ലി അവർ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണല്ലോ, അവർക്ക് അറിയാലോ കാൻഡിഡേറ്റിനെ കണ്ടു കഴിഞ്ഞാൽ ആർക്ക് അതെ. സെലക്ഷൻ കിട്ടും ആർക്ക് കാണും. കിട്ടില്ല എന്നൊക്കെ ഒരു അതെ. വിധം അവർക്കറിയാം. അവരൊന്ന് വന്ന് നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. ഈ സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് ലാംഗ്വേജ് സ്കില്ലിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അവർ പറയും, HR എൻ്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ HR ആയിട്ട് ഞങ്ങൾക്ക് കണക്ഷൻ ഉണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ സർവീസ് പേയ്മെന്റ് തരാമെന്നുണ്ടെങ്കിൽ ഞാൻ HR സംസാരിക്കാം, യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് സെലക്ടഡ് എന്ന് പറയും. ആ ഞാൻ എയർലൈൻ്റെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ ഞങ്ങളുടെ സ്റ്റുഡൻസ് കണ്ടിട്ടുള്ളതാണ്. കൈയോടെ ആ ഇന്റർവ്യൂ ഹാളിൽ വെച്ചിട്ട് UPIയിൽ പേയ്മെന്റ് ചെയ്യുന്നത്, 5,000 റുപ്പീസ് അഡ്വാൻസ് പേയ്മെന്റ്. ഇതെന്താണെന്നറിയോ ഇതിൽ കോമഡി? അവർ HR ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ദേ ആർ വെരി സ്മാർട്ട് പീപ്പിൾ. വാട്ട് ആർ ദേ ഡൂയിങ്? ദേ ആർ ഐഡന്റിഫൈങ് ദ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ദ മോസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സെലക്ടഡ്. ഉം. അപ്പോൾ ഒന്ന്, അത് അവർ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ അത്യാവശ്യം സ്കില്ലുള്ള കുട്ടികളെയാണ്. Okay. രണ്ട്, ഞാൻ വന്നിട്ട് പറയാണ്, ഒന്നും പേടിക്കണ്ട കേട്ടോ, ഈ പൈസ താൻ എനിക്ക് തന്നിട്ടുണ്ട്, ഞാൻ HR എല്ലാം സംസാരിച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് പെർഫോം ചെയ്താൽ, കോൺഫിഡൻ്റ് ആയിട്ട് പെർഫോം ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് സെലക്ടഡ്. ഓൾറെഡി സ്കിൽ Yeah. ആയിട്ടുള്ള ഒരാളാണ്. ഉം. പ്ലസ് വെൻ യു ഹിയർ ദിസ് യു ആർ ഓൾറെഡി നമുക്കൊരു കോൺഫിഡൻസ് കോൺഫിഡൻറ്റ് കൂടും. അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യും. നിങ്ങൾ സെലക്ട് ആയാൽ അയാൾ വരും, Credits അയാൾ എല്ലാം എടുക്കും. ഓക്കെ ആയില്ലേ, ഹാപ്പി ആയില്ലേ, സെലക്ട് ആയില്ല, അപ്പൊ ബാക്കി പേയ്മെന്റും കൂടെ അങ്ങിട്ടേക്ക്. പിന്നെ നിങ്ങൾ അയാളെ ജീവിതത്തിൽ കാണത്തില്ല. അയാൾ ആ ദിവസത്തോടെ കഴിഞ്ഞ് അയാളങ്ങ് പോയി. നിങ്ങൾ സെലക്ട് ആയില്ലെങ്കിലും അയാളെ കാണില്ല. 5,000 രൂപയ്ക്ക് കിട്ടിയല്ലോ, അത് മതിയല്ലോ. നിങ്ങൾ എവിടെ നിന്ന് പോയി തപ്പോ അയാളെ? നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു UPI കോഡോ UPI അഡ്രസ്സോ? അതൊരു സ്കാം. ഇതൊക്കെ ഇങ്ങനെ വരുന്ന സ്കാം ഒക്കെ ശരിക്കും അക്കാഡമി അറിഞ്ഞിട്ടാണോ, അതോ അവര് അങ്ങനെ അറിഞ്ഞ അക്കാഡമി ഉണ്ടാവോ? എനിക്കറിയില്ല, ബിക്കോസ് നമ്മളെ അതും പറഞ്ഞ ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല. ഞങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂ വരുന്നുണ്ട്, ഇതിന് ഇത്ര രൂപ തന്നാൽ ഞങ്ങൾ കയറ്റി കൊടുക്കാം, അത്ര രൂപ തന്നാൽ കയറ്റി കൊടുക്കാം. അപ്പം ഞാൻ ചോദിക്കും, എനിക്ക് അറിയണമല്ലോ എന്താണ് ഇവർ ചെയ്യുന്നതെന്ന്, എനിക്ക് എപ്പോഴും അറിയണം. ഞാൻ ഓൾവേസ് ക്യൂരിയസ്. അപ്പം ഞാൻ ചോദിക്കും, ഓക്കെ എയർ അറേബ്യയുടെ ഇന്റർവ്യൂ വരുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ പറയും, ഓക്കെ എന്താ ക്രൈറ്റീരിയ? അതായത് എയർ അറേബ്യ പറയുന്ന എല്ലാ ക്രൈറ്റീരിയ ഉണ്ട്. ഇത്ര ഹൈറ്റ് വേണം, കറക്റ്റ് BMI ആയിരിക്കണം, നല്ല ലാംഗ്വേജ്, ഒരു സ്കാറും പാടില്ല, ഒന്നും പാടില്ല, നല്ല ലാംഗ്വേജ് സ്കില്ലുള്ള കുട്ടിയായിരിക്കണം, നല്ല പേഴ്സണാലിറ്റി ഉള്ള കുട്ടിയായിരിക്കണം. അല്ല മാഷേ, ഇതെല്ലാ കുട്ടിക്കും ഉണ്ടെങ്കിൽ തനിക്ക് എന്തിനാ ഈ 3 ലക്ഷം രൂപ വരുന്നത്? ഇതാണ് ഇവരുടെ സ്കാം. അപ്പൊ ഞാൻ പറയാം, ഓക്കെ ഇപ്പൊ ഇല്ല, ഞാൻ പറയാന്ന് പറയും. ഇതാണ് റിക്വയർമെന്റ്, ഇതാണ് ഇവർ പറയുന്നത്. എന്താണോ എയർലൈൻ പറയുന്നത് അതല്ല ഇവർ പറയും. ഇതെല്ലാം ഉള്ള ഒരു കുട്ടിക്ക് നിങ്ങളുടെ സഹായം എന്തിനാണ് അയാൾ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ തരുന്നത്, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ തരുന്നത്? ഇതൊക്കെ ചോദിച്ചോണ്ടാ വരിക. ക്യാബിൻ ക്രൂവിനൊക്കെ 2 ലക്ഷം രൂപയൊക്കെ ചോദിച്ചോണ്ടാ വരിക. അക്കാഡമീസ് അറിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂ ഹാളിൽ വെച്ച് നടക്കുന്നത് മേ ബി അക്കാഡമി അറിഞ്ഞിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളെ അങ്ങനെ ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഹാളിൽ വെച്ച് അത് ഡയറക്ട്ലി ഒരു കാൻഡിഡേറ്റ്സിനെ അപ്രോച്ച് ചെയ്യുക ചെയ്യും. പിന്നെ വേറൊരു സ്കാം ഉണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു കുട്ടിയോട് സംസാരിച്ചു, പാലക്കാട് നിന്നൊരു കുട്ടി. ഇൻസ്റ്റഗ്രാം വഴി, അതായത് ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരുവിധം ഏവിയേഷൻ അക്കാഡമീസിന്റെ പേജസും ഏവിയേഷൻ റിലേറ്റഡ് കരിയർ പേജസ് ഒക്കെ ഇവർ ഫോളോ ചെയ്യും. അപ്പൊ ഈ കുട്ടികൾ ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഒക്കെ ഇടുമല്ലോ. ഈ കുട്ടികളെ ഇവർ ഇൻസ്റ്റാഗ്രാം വഴി അപ്രോച്ച് ചെയ്യും. എന്നിട്ട് പറയും, ഞങ്ങൾക്ക് ഭയങ്കര കണക്ഷനാണ്, ഞങ്ങൾ അത് ചെയ്തുതരാം, ഇത് ചെയ്തുതരാം, ക്യാബിൻ ക്രൂ ആക്കി തരാം എന്നൊക്കെ പറയും. അപ്പൊ ഈ കൊച്ചു ബേസിക്കലി എന്നെ വിളിച്ചിട്ട്, മാം ഞാനൊരു കാര്യം ചെയ്തു, എനിക്കിപ്പം സംശയമുണ്ട് അത് സ്കാം ആണോ. പിന്നെ എന്താ താൻ ചെയ്തേ? ഞാൻ ഒരാൾക്ക് പൈസ കൊടുത്തു, എന്നെ ക്യാബിൻ ക്രൂ ആക്കാന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, അടിപൊളി, എത്ര രൂപ കൊടുത്തു? 57,800 രൂപ കൊടുത്തു. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, ആദ്യം ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. എത്ര ഹൈറ്റ് ഉണ്ട്? 154 സെന്റിമീറ്റർ. പറഞ്ഞു, 154 സെന്റിമീറ്റർ ക്യാബിൻ ക്രൂ ആവാൻ പോരാ, തനിക്കിത് അറിയായിരുന്നോ?
അപ്പോൾ പറഞ്ഞു എനിക്കറിയായിരുന്നു, ഞാൻ അയാളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു അത് പ്രശ്നമല്ല, അയാൾ HR-നോട് സംസാരിച്ചിട്ട് അത് ശരിയാക്കാം, അതിനാണ് ഈ പൈസ കൊടുക്കുന്നത് HR-ന്. അപ്പം പൈസ കൊടുക്കുന്നുണ്ട് HR എന്ത് ചെയ്യും, അത് കണ്ണടയ്ക്കും. കണ്ണടയ്ക്കും. അപ്പം ഞാൻ തിരിച്ച് അയാളോട് ചോദിച്ചത്, ഈ HR എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ മുതലാളിയൊന്നുമല്ല, ഒരു എംപ്ലോയി ആണ്. അയാളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കമ്പനിയുടെ ആവശ്യപ്രകാരമുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കമ്പനി പറഞ്ഞിട്ടുണ്ട് 150 സെന്റിമീറ്റർ, 21-നകത്ത് BMI, സ്കാറില്ല, ടാറ്റു ഇല്ല, മാർക്കില്ല, അത്യാവശ്യം ലാംഗ്വേജ് ഫ്ലുവൻസി ഉള്ള ഒരാളെ സെലക്ട് ചെയ്യാനാണ് HR-ന് ശമ്പളം കൊടുക്കുന്നത്. പിന്നെ ഒരു ക്യാബിൻ ക്രൂ റിക്രൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വന്ന ഒരാളെന്നും പിടിച്ച് ക്യാബിൻ ക്രൂ റിക്രൂട്ടർ ആക്കത്തില്ല. You need to have several years of experience. You need to have certain qualifications. You need to pass interviews. ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ നേരത്തെ നമ്മൾ സംസാരിച്ചില്ലേ, അതുപോലെ ഒരുപാട് ആ കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ നിന്ന് സെലക്ഷൻ കിട്ടുന്ന ഒരാളാണ്, ഒരു എക്സ് ക്യാബിൻ ക്രൂ ആണ്. ഈ ക്യാബിൻ ക്രൂവിനെ ഇപ്പൊ എന്നെ, എനിക്ക് 154 സെന്റിമീറ്റർ ഇല്ലാത്ത എന്നെ HR, യു ആർ ദി HR, യു സെലക്ട് മീ ആൻഡ് യു സെൻഡ് മീ. ഫസ്റ്റ് മെഡിക്കൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എയർ ഇന്ത്യയൊക്കെ മെഡിക്കൽ ചെയ്യുന്നത് അത്യാവശ്യം ക്ലാസ് 2 മെഡിക്കൽസ് ചെയ്യുന്ന സ്ഥലത്താണ്. അതായത് നമ്മുടെ നാട്ടിൽ മിലിറ്ററി ബേസസ് പോലെയുള്ള അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉള്ള സ്ഥലത്താണ്. അവിടെ ചെന്ന് അവർ ആദ്യം ഹൈറ്റ് നോക്കും. ആ പോയിന്റിൽ തന്നെ ഇവർ കാൻഡിഡേറ്റ് റിജക്ട് ചെയ്യും. ഡോക്ടർ എന്നെ റിജക്ട് ചെയ്തിട്ട് ഒരു മെഡിക്കൽ ഫീൽഡ് ബിക്കോസ് ഹൈറ്റ് ഇസ് നോട്ട് മെറ്റ് എന്നുള്ളത്. അപ്പോൾ തന്നെ എനിക്ക്, അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് എ മെയിൽ സെയിങ് ദാറ്റ് ഓക്കെ വൈ ഡിഡ് യു സെലക്ട് ദിസ് കാൻഡിഡേറ്റ്, നമ്മൾ ഇത്രയും പൈസ മെഡിക്കലിന് സ്പെൻഡ് ചെയ്തത് വേസ്റ്റ് ആയില്ലേ എന്ന് ചോദ്യം വരും. ഇനി ഇത് എങ്ങനെയെങ്കിലും പാസ്സായി എന്ന് വിചാരിക്കാം. ട്രെയിനിങ്ങിന് ചെല്ലുന്ന അന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കാരും ക്യാബിൻ ക്രൂ, എക്സ് ക്യാബിൻ ക്രൂ ആണ്. They will check your height. Don't you think the trainer will send a mail and say that this HR has recruited this candidate, please check why she does not meet the height requirement എന്നുള്ളത്? ഏത് HR ആണ് 57,800 രൂപയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം കരിയർ തൊലയ്ക്കാൻ നിൽക്കുന്നത്? ഇത്രയും ചിന്തിച്ചാൽ മതി. പക്ഷെ ഇവർ പറഞ്ഞു പറ്റിക്കുന്നത് അതുപോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ കുട്ടികളെ എന്ത് ചെയ്യും, ഇവർ ഇത് ചെയ്യും, ബ്രെയിൻ വാഷ് ചെയ്ത് കളയും. എന്നിട്ട് ഇവർ പറയും ഞങ്ങളെല്ലാം ശരി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അപ്പം ഇല്ല മാം എനിക്ക് മെയിലൊക്കെ വന്നു. പിന്നെ ഏത് എയർലൈൻ? തായ് എയർലൈൻ. ആ മെയിൽ ID ഒന്ന് കാണിച്ചു തരുമോ? അതായത് XYZ ഉഡായിപ്പ് airline@gmail.com. ഖത്തർ-എയർവേസ്@gmail.com ഉണ്ടാക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു മെയിൽ, ഈ കുട്ടികൾ പ്രഷർ ചെയ്ത് തുടങ്ങുമ്പം, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് ചോദിക്കുമ്പോൾ ഇവരൊരു മെയിൽ അങ്ങ് അയച്ചു കൊടുക്കും. അപ്പൊ ഈ പലവരും ഈ മെയിലിൽ നിന്ന് വരുമ്പോൾ മെയിലിന്റെ പേരെന്താ, പേര് ഞാനിടുന്ന പേരാണല്ലോ, എൻ്റെ പേര് എനിക്ക് എന്ത് വേണമെങ്കിലും ഇടാം. മെയിൽ ID ഫുള്ളി സ്ക്രൂട്ടിനി ചെയ്യില്ല. മെയിൽ IDയുടെ അറ്റത്ത് വല്ല XYZ.com എന്നോ വല്ല gmail.com എന്നോ reddit.com എന്നോ ആയിരിക്കും. ഇപ്പൊ Gmail എല്ലാവർക്കും അറിയുന്നുണ്ട്, Gmail അധികം ഉപയോഗിക്കുന്നില്ല. എന്തെങ്കിലും കൂടെ ഇപ്പൊ .com ഇവർ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് thai-airways@in.com കഴിഞ്ഞു. ഇപ്പൊ എന്താ നടക്കുന്നത്? ഇപ്പൊ ഞാൻ വിളിക്കുമ്പോൾ അയാൾ ദേഷ്യപ്പെടുന്നു മാം. സ്വാഭാവികം, അയാൾ എന്താ ദേഷ്യപ്പെടുക? ഇവര് ഒരു രീതിയിലും ഇങ്ങനെ ചെയ്യുന്നവരെ കണ്ടുപിടിക്കാനും പറ്റില്ലായിരിക്കും. നാട്ടിൽ ഫിനാൻഷ്യൽ തട്ടിപ്പിന് എന്ത് സിസ്റ്റമാണുള്ളത്? ഇപ്പൊ ഞാൻ ഇയാളുടെ 1,00,000 രൂപ പറ്റിച്ചു, തരാന്ന് പറഞ്ഞ് മേടിച്ചു, പറ്റിച്ചു. ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കി, പോലീസുകാർ എന്താ ചെയ്യുക? ഇപ്പൊ എന്റെ അഡ്രസ്സും ജാതകവും ഒക്കെ അറിയാന്നുണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടുപിടിച്ചിട്ട് പറയും അത് നിങ്ങൾ കൊടുക്കണം കേട്ടോ, നിങ്ങൾ ചെയ്ത് ശരിയല്ല. എന്നെ ശിക്ഷിക്കാനോ എന്നെ ജയിലിടാനൊന്നും വകുപ്പില്ല. പിന്നല്ലേ ആരാന്ന് പോലും അറിയാത്ത ഒരാള്, എന്താ ഉള്ള, എവിടെ വെച്ചാ കണ്ട, ഇൻസ്റ്റാഗ്രാമിൽ വെച്ച്, എന്താ പേര്, എന്തോ ഒരു പേര്, അഡ്രസ് ഉണ്ടോ, ഇല്ല, ബാങ്ക് അക്കൗണ്ട് വഴിയാണോ പൈസ കൊടുത്തത്, അല്ല, ഗൂഗിൾ പേ വഴി. ഈ UPI ID വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ പോലീസുകാർ എന്തോ പറയാൻ പോന്നെ? നിങ്ങൾ അഹങ്കാരം കൊണ്ട് ചെയ്തതല്ലേ, ഇത്രയും ബുദ്ധിയില്ലേ, ഇത്രയും സ്കാം നടക്കല്ലേ, ഇത്രയും ഇൻഫർമേഷൻ നിങ്ങൾക്കൊക്കെ തരുന്നില്ലേ, നിങ്ങൾ എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചിട്ട് അവന്മാര് എന്ത് ചെയ്യും, പോലീസുകാർ പറയും മക്കളൊരു കാര്യം ചെയ്യും, ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ഇനി ചെയ്യരുതെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പറഞ്ഞു വിടും. റീസെന്റ് നടന്ന അപ്പം ഒരുപാട് സ്കാം നടക്കുന്ന ഒരു ഫീൽഡാണ് ഈ ഏവിയേഷൻ എന്ന് പറയുന്നത്. ആരും, എനിക്ക് ഇപ്പോഴും ഇപ്പൊ കാൻഡിഡേറ്റ്സിനോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ ഓർത്ത് ഏവിയേഷനിൽ ജോലി കിട്ടാൻ നിങ്ങൾ ആർക്കും പൈസ കൊടുക്കരുത്. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി വന്നാലും, നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സ്ഥലത്ത് നിങ്ങളെ ആൾക്കാർ അപ്രോച്ച് ചെയ്താലും, ഇൻസ്റ്റാഗ്രാമിൽ അപ്രോച്ച് ചെയ്താലും, മെയില്, അടുത്ത കോമഡിയാണ്, മെയില് വരും. ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ എയർ ഇന്ത്യയുടെ സെലക്ഷൻ, മറ്റേ വാക്കിൻ ഇന്റർവ്യൂവിന് വിളിക്കാം, ടെസ്റ്റ് എഴുതാൻ 1000 രൂപ. എയർ ഇന്ത്യ എന്നല്ല, ഒരു എയർലൈനും പൈസ മേടിച്ച് ടെസ്റ്റ് എഴുതിപ്പിക്കുന്നില്ല. സോ ഓൾ ദീസ് ആർ സ്കാംസ്. അപ്പൊ നിങ്ങളുടെ അക്കാഡമിയിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് അവരാരെങ്കിലും ഇത്തരത്തില് ഏതെങ്കിലും ഒരു ഇതില് ചീറ്റിംഗ് ഇതിലേക്ക് വന്ന് പോയിട്ടുണ്ടോ? ഈ നമ്മൾ ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടും കുട്ടികൾ ഇത് ചെയ്യും, അതാണ് എനിക്ക് മനസ്സിലാത്തത്. അതായത് വി ഹാഡ് എ കാൻഡിഡേറ്റ് ഹു പെയ്ഡ് 1,000 rupees ടു റൈറ്റ് ദ ടെസ്റ്റ്.
ടെസ്റ്റ് സ്റ്റിൽ ഇത്രയും പറഞ്ഞു കൊടുത്ത് ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഈ കുട്ടി കൊണ്ടുപോയി പൈസ കൊടുത്തു. 1000 രൂപ എന്തോ അടച്ചിട്ട് ടെസ്റ്റ് വരും. ഇപ്പൊ ഒരു അറ്റാച്ച്മെന്റ് തരാൻ എന്ത് ബുദ്ധിമുട്ടുള്ള ആ ഒരു ഗൂഗിൾ ഫോം പോലത്തെ ഒരു ടെസ്റ്റ്. ആ ടെസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കാന്ന്. ടെസ്റ്റ് എഴുതിയിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മാം എനിക്കൊരു അബദ്ധം പറ്റി. പറഞ്ഞു എന്താ? ഞാനൊരു 2000 രൂപ കൊടുത്തിട്ട് ടെസ്റ്റ് എഴുതി എന്ന് പറഞ്ഞ. അടിപൊളി. ഒരു എയർലൈൻ്റെ ടെസ്റ്റിനും പൈസ മേടിക്കുന്നില്ല. വി ഓൾസോ ഹാഡ് അനദർ സ്റ്റുഡൻറ്റ് ഹൂ ഹൈറ്റ് ആൾ കറക്റ്റ് അല്ല, 153 ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞത് ഗ്രൗണ്ട് മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഏതോ ഒരു ഡൽഹി ബേസ്ഡ് ഒരു ലേഡി വിളിച്ച് ഈ കൊച്ചിനെ പറഞ്ഞ് മറ്റേ ഫ്ലൈ ഏതോ എന്തോ ഒരു എയർലൈൻ്റെ പേര് എനിക്ക് മറന്നുപോയി. ആ എയർലൈനിന് 155 വേണ്ട, ഇത്രയും മതി, അതുകൊണ്ട് കുഴപ്പമില്ല, നീ വന്നോ, അത് കുഞ്ഞ് എയർലൈനാണ്. 1,50,000 രൂപ പറ്റിച്ചു. എന്നോട് പറഞ്ഞതേ ഇല്ല. എല്ലാം കഴിഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത്, മാം ആക്ച്വലി ഞാൻ 1,50,000 രൂപ കൊടുത്തു. എന്താ അവർ ചെയ്തതെന്നറിയോ? അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഏവിയേഷൻ അക്കാഡമിയിൽ ട്രെയിനിങ്ങിന് ഇട്ടു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഓൾറെഡി ട്രെയിനിങ് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഇവർ പറയുന്നില്ല, നീ കറക്റ്റായിട്ടില്ല, നീ ഒന്നും കൂടെ പഠിക്കണം. അപ്പം ഈ 1,50,000 രൂപ അവർ എന്തിനെന്നും പറഞ്ഞാൽ മേടിക്കുന്നത്? ഈ ട്രെയിനിങ്ങിനെന്നും മേടിക്കുക. പറഞ്ഞ് കുട്ടിയോട് ആദ്യം പറഞ്ഞത് എന്താണ്? ക്യാബിൻ ക്രൂ ആക്കാം എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ സ്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നടക്കുന്നുണ്ടല്ലേ. ഇപ്പൊ നമ്മൾ കാണുമ്പോഴും അത് എത്രയോ ഒരുപാട് ഏവിയേഷൻ അക്കാഡമീസും ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. പലതും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ അങ്ങനെ പലതും നമ്മൾ കാണുന്നതിൽ നിന്നും ഇപ്പൊ സുചിത്രയുടെ അടുത്തേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കാഡമി പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പ്രോമിസ് ചെയ്യുന്നത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഒന്ന്, അപ്പൊ സുചിത്ര കറക്റ്റ് ഹൈറ്റ് കുറഞ്ഞ കുട്ടി തന്നെ അക്കാഡമിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വന്നാൽ അപ്പൊ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നോ പറയും, വിടോ? അതായത് 2 ഓപ്ഷനാണുള്ളത്. ഇപ്പം നമ്മൾ എടുക്കുന്ന ഒന്ന് ഗ്രാജുവേറ്റ്സിനെയാണ്. വി ഡോണ്ട് ടേക്ക് അണ്ടർ പ്ലസ് ടു എടുക്കുന്നില്ല? ഇല്ല, പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ നമ്മൾ ഡിപ്ലോമ കോഴ്സിന് എടുക്കാറില്ല. നമ്മൾ ഗ്രാജുവേറ്റ്സിനെയാണ് എടുക്കുന്നത്. ഗ്രാജുവേറ്റ്സിനെ എടുക്കും. അതുപോലെ 3rd ഇയർ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നമ്മൾ എടുക്കാറുണ്ട്. ബിക്കോസ് ബൈ ദ ടൈം ഫിനിഷ് കഴിയുമ്പത്തേക്ക് ഡിഗ്രിയും കഴിയും. 1 or 2 ബാക്ക് പേപ്പേഴ്സ് ഉള്ള കുട്ടികളെ നമ്മൾ എടുക്കാറുണ്ട്. അഗെയിൻ ഈ പറഞ്ഞ ഡിപ്ലോമ കഴിയുന്ന സമയം കൊണ്ട് ഇവർക്ക് ഇത് എഴുതിയെടുക്കാം. ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഓപ്പൺ ആണ്. ഗ്രാജുവേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ എയർലൈനിലേക്ക് ഓപ്പൺ ആവുന്നുള്ളൂ. എവറിത്തിങ് എൽസ് നീഡ്സ് ഡിഗ്രി. ആൻഡ് അഗെയിൻ ക്യാബിൻ ക്രൂ കിട്ടാനുള്ള പോസിബിലിറ്റീസ് എഫേർട്ട് എന്ന് പറയുന്നത് സ്ട്രെനേഴ്സ് ആണ്. പോസിബിലിറ്റി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലെസറുമാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഫിറ്റ് ആവണം. നിങ്ങളുടെ ഈവൻ യുവർ ഫേഷ്യൽ സ്ട്രക്ചർ ഹാസ് ടു ഫിറ്റ്, യുവർ ലാംഗ്വേജ് ഹാസ് ടു ബി എക്സ്ട്രീംലി ഗുഡ്. ഒരു വിധം ലാംഗ്വേജ് വെച്ചിട്ടൊന്നും നമുക്ക് ക്യാബിൻ ക്രൂ ഒപ്പിച്ചെടുക്കാൻ പറ്റില്ല. യു നീഡ് ടു വർക്ക് റിയലി ഹാർഡ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാജുവേറ്റ്സിന് എടുക്കുന്നത്. അതെന്താണ്ട് അത് നമ്മുടെ പ്ലാൻ ബി ആണ്. ഇൻ കേസ് യു ആർ നോട്ട് ഏബിൾ ടു ക്രാക്ക് ദ ക്യാബിൻ ക്രൂ ഇന്റർവ്യൂ, യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ ദ ഗ്രൗണ്ട് സ്റ്റാഫ് ഇന്റർവ്യൂ. ഒരു 6 months 1 year വർക്ക് ചെയ്ത് നിങ്ങൾക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് വന്ന് കഴിയുമ്പോഴത്തേക്കും യു ക്യാൻ ട്രൈ അഗൈൻ. നമുക്ക് അങ്ങനെ ചെയ്ത കാൻഡിഡേറ്റ്സും ഉണ്ട്. വി ഹാവ് കാൻഡിഡേറ്റ്സ് ഹു ട്രൈഡ് ഫോർ ക്യാബിൻ ക്രൂ, നോട്ട് ഗോട്ടൺ ത്രൂ, വെൻ ടു സെക്യൂരിറ്റി ഓഫീസറായിട്ട് പോയി ഇംപ്രൂവ് ചെയ്തു, വീണ്ടും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ക്യാബിൻ ക്രൂ ആയ കുട്ടികളുണ്ട്. അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്. അറ്റ്ലീസ്റ്റ് യുവർ ഇൻ ദി ഇൻഡസ്ട്രി ഓർ ഇൻ ദി എയർലൈൻ, നോട്ട് ഇൻ എ GHA ഓർ എ ലൗഞ്ച് ഓർ എ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. നമ്മൾ തരുന്ന പ്രോമിസ് ഇതാണ്. വി പ്രോമിസ് എയർലൈൻ ജോബ്സ്. അല്ലെങ്കിൽ പിന്നെ മിഡിൽ ഈസ്റ്റിലേക്കാണ് വേക്കൻസീസ് ഉള്ളത്. മിഡിൽ ഈസ്റ്റിലേക്കുള്ള വേക്കൻസീസിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ഹാവ് എ സർവീസ് ചാർജ്. വൈ? ബിക്കോസ് വി ആർ അസോസിയേറ്റഡ് വിത്ത് ദ തേർഡ് പാർട്ടി. ദ തേർഡ് പാർട്ടി ടേക്സ് എ സർവീസ് ചാർജ് ഫ്രം us. You don't have to pay to us directly. You pay to the third party agency. There is no commission involved in this because നമ്മുടെ സ്റ്റുഡൻസിന്റെ ജോലി കിട്ടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച ആവശ്യം. അതിൽ നമുക്കൊരു പ്രോഫിറ്റിന്റെ ആവശ്യം വരുന്നില്ല. That is directly dealt with them. You pay directly to the agency. And medicals ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് അവർ അതിൻ്റെ സർവീസ് ചാർജ് എന്തായാലും എടുക്കും. പ്ലസ് ദർ ഈസ് ഓൾസോ സർവീസ് ചാർജ്. അവരുടേതായ ഒരു സർവീസ് ചാർജും ഉണ്ട്. നോബഡി ഈസ് ഗോയിങ് ടു ഡു എനിത്തിങ് ഫോർ ഫ്രീ ഫോർ us. ദുബായിലേക്ക് ഒരു ജോലി കിട്ടാൻ എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പം മാന്യമായൊരു സർവീസ് ചാർജ് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോവാം. അല്ലെങ്കിൽ ഇന്ത്യൻ ഏവിയേഷനിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. നോബഡി ഈസ് ഫോഴ്സിങ് യു ടു ഗോ അബ്രോഡ് ഓർ എനിത്തിങ്. അപ്പൊ നിങ്ങളുടെ അക്കാഡമി ഇപ്പൊ നമ്മൾ വേറെ പലരും പ്രോമിസ് ചെയ്യുന്നുണ്ട് 100% പ്ലേസ്മെന്റ് നമ്മൾ ഉറപ്പ് തരുന്നുണ്ട് എന്ന്. നിങ്ങളുടെ അക്കാഡമി അങ്ങനെ പ്രോമിസ് ചെയ്യുന്നുണ്ടോ? വി ഗിവ് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഞങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എയർലൈനിലേക്കാണ് പ്ലേസ്മെന്റ്സ് പറയുന്നത്. വി പ്ലേസ് അവർ സ്റ്റുഡൻസ് ഇൻ ടു എയർലൈൻസ്. ഏവിയേഷൻ ആണെങ്കിൽ HR ലോജിസ്റ്റിക്സോ ആണെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ Tier 1 കമ്പനീസ്. എന്തെങ്കിലും ഒരു കമ്പനിയിലേക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് ഞങ്ങൾ സ്റ്റുഡൻസിനെ വിടാറില്ല. വാട്ട് വി ഡു ഇസ്, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ക്രാക്ക് എൻ ഇൻ്റർവ്യൂ, ഞങ്ങൾ നിങ്ങളെ റീട്രെയിൻ ചെയ്യാൻ വില്ലിങ് ആണ്. ആസ് ലോങ് ആസ് ഇറ്റ് ടേക്സ്. 5 ഇൻ്റർവ്യൂ, ഞാൻ കുറേ ബ്രോഷേഴ്സ് നമ്മളെല്ലാവരുടെയും കാണുമല്ലോ. അപ്പോൾ 5 ഇൻ്റർവ്യൂ അറ്റംപ്റ്റ്സ്. ഹൗ ക്യാൻ ഐ സേ ദാറ്റ്? അതായത്
എൻ്റെ കാലിബറും അപ്പുറത്തുള്ള ആളുടെ കാലിബറും വ്യത്യസ്തമാണ്. ഞാൻ ചിലപ്പോൾ ഒരു റൗണ്ടിൽ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുമായിരിക്കും. അപ്പുറത്തെ ആൾക്ക് ചിലപ്പോൾ 6ാമത്തെ അറ്റംപ്റ്റിലേ പറ്റത്തുള്ളായിരിക്കും. ഞാൻ എങ്ങനെയാണ് ഈ 5ാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഈ കൊച്ചിനോട് വീട്ടിൽ പോയിക്കോളാൻ പറയുന്നത്? That is not possible. When you take a candidate, the responsibility is to give him opportunities or give her opportunities as long as he's willing to attend the interview. And വെറുതെ അങ്ങോട്ട് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതല്ല. അയാൾക്ക് എന്താണ് തെറ്റ് പറ്റുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും വേണം. സോ വാട്ട് വി ഡു ഇസ് ആഫ്റ്റർ എവറി ഇന്റർവ്യൂ വി കോൾ ദം ബാക്ക്. ഇഫ് യു ആർ നോട്ട് സെലക്ടഡ്, വാട്ട് ഹാപ്പൻഡ്? വി സിറ്റ് ആൻഡ് ഡിസ്കസ്. എന്ത് സംഭവിച്ചു, നിങ്ങൾ കയറി ചെന്ന സമയം തൊട്ട് എന്താണ് ഉണ്ടായിരുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ട് എവിടെയാണ് ഇവർക്ക് അബദ്ധം പറ്റിയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ അടുത്ത ഇന്റർവ്യൂവിന് വിടുന്നത്. അത് നമ്മൾ ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് ഇന്റർവ്യൂസ് വിടും. ഇനി 10 ആണെങ്കിൽ 10, 15 ആണെങ്കിൽ 15. ബട്ട് ദീസ് വിൽ ഓൾ ബി എയർലൈൻ ഇന്റർവ്യൂസ് ഓർ മൾട്ടിനാഷണൽ കമ്പനി ഇന്റർവ്യൂസ്. ലോജിസ്റ്റിക്സ് അടുത്ത സ്കാമുള്ള സെക്ടറാണ്. +2 കഴിഞ്ഞ പിള്ളേരെ ഇവർ 2,00,000 രൂപയും 2,50,000 രൂപയും മേടിച്ചിട്ട് ലോജിസ്റ്റിക്സിന്റെ കോഴ്സ് ചെയ്യിപ്പിക്കും. എന്നിട്ട് എന്താ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കാം ആരോടെങ്കിലും. ആമസോണിന്റെ വെയർ ഹൗസിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ വെയർ ഹൗസിൽ 2,00,000 രൂപ 2,50,000 രൂപ കൊടുത്ത് ചെയ്ത കോഴ്സാ. എന്തുകൊണ്ടാ? +2 ഞങ്ങൾ റീസെൻ്റ്ലി ഞാൻ ഒരു കമ്പനി, അത്യാവശ്യം നല്ലൊരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ഓഫ് ലോജിസ്റ്റിക്സിനോട് ഞങ്ങളിങ്ങനെ പുള്ളിക്കാരനാണ് ശരിക്കും നമ്മളോട് ഈ ലോജിസ്റ്റിക്സ് തുടങ്ങാൻ പറയുന്നത്. അപ്പോൾ എന്താ റീസൺ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, സാർ നമ്മൾ ഏവിയേഷനല്ലേ, നമ്മൾ എന്തെങ്കിലും ലോജിസ്റ്റിക്സ് തുടങ്ങണം. അപ്പോൾ പറഞ്ഞു, യു ഡോണ്ട് നോ, ഒരുപാട് അക്കാഡമീസ് ഉണ്ടെങ്കിലും ഒരാളും ഈ കുട്ടികളെ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്നില്ല. ഒന്ന്, എല്ലാവരും +2 ക്വാളിഫൈഡ് ആണ്. അപ്പം ഞങ്ങളുടെ കമ്പനിയിൽ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കമ്പനിയിൽ എനിക്കൊരു ഓഫർ ലെറ്റർ ഒരാൾക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു മാനേജ്മെന്റ് പൊസിഷൻ, ഒരു എൻട്രി ലെവൽ മാനേജ്മെന്റ് പൊസിഷൻ ഓഫർ ലെറ്റർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡ്രോപ്പ് ഡൗൺ കോളം ഉണ്ട്. ഇയാളുടെ പേരും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞൊരു ഡ്രോപ്പ് ഡൗൺ കോളം ഉണ്ട്. ആ ഡ്രോപ്പ് ഡൗൺ കോളത്തിൽ ഏറ്റവും ചുരുങ്ങിയ അല്ലെങ്കിൽ ലീസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ ആണ്. ഇതേ സെലക്ട് ചെയ്യാനുള്ളൂ, ഇതിന്റെ താഴോട്ടൊന്നും സെലക്ട് ചെയ്യാനില്ല. അപ്പം ഞാൻ എവിടെ നിന്ന് എടുത്ത് ജോലി കൊടുക്കാനാണ് +2 കഴിഞ്ഞൊരു കുട്ടിക്ക്? അപ്പോൾ വി വാണ്ട് എൻ അക്കാഡമി ദാറ്റ് ട്രെയിൻ സ്റ്റുഡൻസ് പ്രോപ്പർലി. പ്ലസ് പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അവർക്ക് ഫിസിക്കൽ അപ്പിയറൻസ് തൊട്ടുള്ള കുറേ പ്രശ്നങ്ങളാണ് പുള്ളിക്കാരൻ ഡിസ്കസ് ചെയ്തത്. അവരുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എങ്ങനെയാണ്, ഒരു കമ്പനിയിൽ ഒരു കോർപ്പറേറ്റിൽ ബിഹേവ് ചെയ്യാൻ അവർക്കറിയില്ല. പലർക്കും ലാംഗ്വേജ് സ്കിൽസ് ഇല്ല. നമ്മൾ വിചാരിക്കും ഏവിയേഷന് മാത്രം മതി ലാംഗ്വേജ് എന്നല്ല. അപ്പം ഒരു അത്രയും വലിയ കമ്പനിയിൽ ഹി ഹിംസെൽഫ്, ഇവിടെ കൊച്ചിയിൽ നമ്മുടെ മലയാളി, കേരളത്തിലെ ഒരു സ്ഥാപനം, പോപ്പുലർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന, കൊച്ചി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ബട്ട് ഹീ ഈസ് ഫ്രം വെസ്റ്റ് ബംഗാൾ. ആ കമ്പനിയിൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻസിനുണ്ട്. ഇവരോടൊക്കെ നമ്മൾ മലയാളത്തിൽ ഒരു മാനേജ്മെന്റ് പൊസിഷനിൽ കയറുന്ന ഒരാൾക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ല. യു നീഡ് ടു ഹാവ് ലാംഗ്വേജ്. വൺ തിങ് ഇസ് വെരി ക്ലിയർ. അതായത് കുട്ടികളാണെങ്കിൽ നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇല്ലാതെ ഫ്രം നൗ ഓൺവേർഡ്സ് യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റീസ്. വൈ? ബിക്കോസ് ദ വേൾഡ് ഇസ് ബിക്കം എ ഗ്ലോബൽ സ്റ്റേജ്. ഇന്ന് കേരളത്തിലെ പല കമ്പനീസിനും ടോപ്പ് പൊസിഷൻസിലോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് മാനേജ്മെന്റ് പൊസിഷൻസിലോ ഇരിക്കുന്ന ആൾക്കാർ പലരും മലയാളികളല്ല. ഇഫ് യു വോണ്ട് ടു ഗോ ദർ, ഇഫ് യു വോണ്ട് ടു ജെൽ വിത്ത് ദം, ഇഫ് യു വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം, യു നീഡ് ടു നോ ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇൻഫോപാക്കിൽ എത്ര പെർസെൻറ്റേജ് നോൺ മലയാളീസ് ഉണ്ട്? ഒരു HR ആയിട്ട് പോവാണ് നിങ്ങൾ ഇൻഫോപാക്കിൽ നിന്ന്, നിങ്ങൾക്ക് ഈ മലയാളം കൊണ്ട് മാത്രം എന്തെങ്കിലും നടക്കൂ? വിൽ മേക്ക് ഫൺ ഓഫ് യു. അൺഫോർച്ചുനേറ്റ് ബട്ട് ട്രൂ, ദിൽ മേക്ക് ഫൺ ഓഫ് യു. അല്ലേ? എത്ര കുട്ടികൾ അങ്ങനെ പറയാറുണ്ട്. എൻ്റെ അടുത്തൊന്ന് പറയാൻ, മാം എനിക്ക് ലാംഗ്വേജ് മദർ ടങ് ഇൻഫ്ലുവൻസ് ഒന്ന് മാറ്റാൻ എന്താ ചെയ്യുക? എന്താ, ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യണം, ഇൻഫോപാക്കിൽ വർക്ക് ചെയ്യണം, പക്ഷെ എനിക്ക് കുറേ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, അവരെപ്പോഴും എന്നെ കളിയാക്കുന്നത്. ഇറ്റ്സ് എ ഫാക്ട്. യു നീഡ് ടു ഫിക്സ് ഇറ്റ്. ഇറ്റ്സ് സംതിങ് യു ഹാവ് ടു ഫിക്സ്. അത് പറയുമ്പോൾ ഇനിയിപ്പം എൻ്റെ മക്കോട്ട് വരും. എനിക്കൊന്നും പ്രശ്നമില്ല. ഫാക്റ്റ് ആണല്ലോ. I'm sorry if it hurts you, but it is a fact. You need to fix it. And not for anybody else, for yourself. അവന് വേണ്ടിയിട്ട് ഞാൻ എന്തിനു ഫിക്സ് ചെയ്യണമെന്നുള്ള ചോദ്യമല്ല. അതൊരു ഫ്ലോ ആണെങ്കിൽ എന്തുകൊണ്ട് അത് ഫിക്സ് ചെയ്തുകൂടാ? ആർക്കും വേണ്ടിയിട്ടല്ല, നോട്ട് ഫോർ സംബഡി എൽസ്. ബട്ട് ഇഫ് ഇറ്റ് ഇസ് എ ഫ്ലോ, why would you not want to fix it? Why would you not want to be better? Not for anybody else, for yourself. ഓക്കെ. നിങ്ങളിപ്പം ഏവിയേഷൻ അക്കാഡമി തുടങ്ങിയതിന് ശേഷം പിന്നീട് അതിന് ശേഷമാണ് എഡ്യൂക്കേഷൻ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു. അത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഇതുകൊണ്ട് തന്നെയാണ്. അതായത് നമ്മൾ ഏവിയേഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ ഫോക്കസ് ചെയ്തത് ഏവിയേഷനിൽ തന്നെയാണ്. നമ്മളെ പല കമ്പനീസിൽ നിന്നും അപ്രോച്ച് ചെയ്തു തുടങ്ങി. HR കാൻഡിഡേറ്റ്സ് ഉണ്ടോ, ലോജിസ്റ്റിക്സിന് കാൻഡിഡേറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. ഓക്കെ. അപ്പം ഞങ്ങളും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഏവിയേഷൻ അക്കാഡമിയാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ലോജിസ്റ്റിക്സ് സ്റ്റുഡൻസിനെ ചോദിക്കുന്നത്? അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട്, വി സീ ഹൗ യുവർ സ്റ്റുഡൻസ് ഹാവ് ബീൻ പ്രസൻറ്റഡ്, ഓർ വി നോ സം ഓഫ് യുവർ സ്റ്റുഡൻസ്, വി സീൻ ദ ചേഞ്ചസ് ഇൻ ദം.
അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. പല കുട്ടികൾക്കും പ്രോപ്പർ കോർപ്പറേറ്റ് ഡ്രസ്സിങ് അറിയില്ല, കോർപ്പറേറ്റ് എറ്റിക്കറ്റ് അറിയില്ല, ലാംഗ്വേജ് സ്കിൽസ് ഇല്ല. അപ്പൊ ഇതൊക്കെയുള്ള കാൻഡിഡേറ്റ്സിനെ അവർക്ക് വേണം. അങ്ങനെ വന്ന് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ദെൻ അങ്ങനെ ഒരു ഗ്യാപ്പ് മാർക്കറ്റിലുണ്ടെങ്കിൽ, ഇത്രയും അക്കാഡമീസ് ഉണ്ടായിട്ടും, ഇഫ് എംപ്ലോയേഴ്സ് ആർ കമ്മിങ് ടു us ആൻഡ് സേയിങ് വി വുഡ് പ്രിഫർ സ്റ്റുഡൻസ് ഫ്രം ഇക്കാരസ് ആൻഡ് വൈ നോട്ട്. അങ്ങനെയാണ് നമ്മൾ HRM ലോജിസ്റ്റിക്സും തുടങ്ങി ഇക്കാരസ് അക്കാഡമി ആയി മാറിയത്. ഓക്കെ. അപ്പം ഇപ്പോൾ പ്രൗഡ്ലി പറയാം, ഇക്കാരസ് അക്കാഡമിയിൽ നിന്ന്, അത് ലോജിസ്റ്റിക്സിലായിക്കോട്ടെ, ഐ മീൻ എഡ്യൂക്കേഷൻ സെക്ടറിലായിക്കോട്ടെ, ഏവിയേഷനിലായിക്കോട്ടെ, അവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് 100% പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി വി ഓൾവേസ് ട്രൈ. പിന്നെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ മാത്രം വിചാരിച്ചുകൊണ്ട് പ്ലേസ്മെന്റ് കിട്ടില്ല, ഒരിക്കലും പോസിബിൾ അല്ല. ദ സ്റ്റുഡൻറ് ഹാസ് ടു ഓൾസോ പുട്ട് എഫർട്ട്. ഒബ്വിയസ്ലി. എനിക്ക് തന്നെ പഠിപ്പിച്ചു തരാൻ പറ്റും ഇന്റർവ്യൂവിന് പോയിട്ട് എന്ത് പറയണമെന്ന്. Yeah, ആ ഇന്റർവ്യൂക്ക് താൻ തന്നെ പോകണം, കറക്റ്റ്. താൻ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഒരാൾക്ക് വേണ്ടി എനിക്ക് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനുള്ള സിസ്റ്റം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പോയാൽ എല്ലാവർക്കും വേണ്ടി അറ്റൻഡ് ചെയ്യാം. യെസ്. But that's not possible, അല്ലേ? So end of the day it is in the candidate's hands. We are what we call guides. നമ്മൾ ഗൈഡ്സ് ആണ്. നമ്മളെപ്പോഴും ഏത് അക്കാഡമിയും ഏത് ടീച്ചറും എപ്പോഴും ഒരു വഴികാട്ടിയാണ്. ഇങ്ങനെ പോവൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് പറയാണ് നമ്മുടെ ജോലി. അത് ചെയ്യിപ്പിക്കാനും പറ്റും ഒരു പരിധി വരെ നമ്മുടെ അടുത്തുള്ള കുട്ടികളെ. പക്ഷെ അവരും കൂടെ വിചാരിക്കണം ഫൈനൽ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. ഓക്കെ. ഇപ്പം വളരെ പ്രൗഡ്ലി പറയുന്നുണ്ട് നിങ്ങളുടെ അവിടെ നിന്നുള്ള എല്ലാ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കൊടുക്കുന്നു എന്നുള്ളതും. ഈ ഇക്കാരസ് അക്കാഡമി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഇവിടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് അക്കാഡമീസ് ഉള്ള സ്ഥലത്താണ് സുചിത്ര നേരെ വന്നത് തുടങ്ങുന്നത്. ബീയിങ് എ ലേഡി ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ പ്ലേസ്മെന്റ് കിട്ടുന്നു. നാച്ചുറലി എഗെയിൻ കോമ്പറ്റീഷൻ അല്ലേ? ഫീലിംഗ്, ഐ മീൻ പല ആ ഒരു രീതിയിലും പല രീതിയിൽ എക്സ്പീരിയൻസോ ഒക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് നമ്മളോട് നേരിട്ടല്ല, എൻക്വയറി ചെയ്യുന്ന കുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യോ അവിടെ പോയി പഠിക്കരുത്, അവിടെ ശരിയല്ല. ഡയറക്റ്റ് അറ്റാക്കിങ് കിട്ടിയിട്ടില്ല. ഡയറക്റ്റ് അറ്റാക്കിങ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വധഭീഷണി ഒന്നും വന്നിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ നോക്കും ഇൻസ്റ്റാഗ്രാമിൽ തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞ് വരുമോ. കാരണം ഞാൻ വളരെ പേര് മാത്രമേ ഞാൻ പറയാത്തുള്ളൂ, ബാക്കി എല്ലാ അടയാളങ്ങളും ഞാൻ പൊതുവെ പറയാറുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം 800 അഡ്മിഷൻ ഒക്കെ എടുത്ത ഏവിയേഷൻ അക്കാഡമി ഉണ്ട്. 800 അഡ്മിഷൻ കഴിഞ്ഞ വർഷം അവരെടുത്തേക്കുന്നത്. അവരുടെ പേജിൽ പോയിട്ട് പ്ലേസ്മെന്റ് എണ്ണി നോക്കിയാൽ 10 എണ്ണം 15 എണ്ണം പോലും കിട്ടൂല. കാലിക്കറ്റും കൊച്ചിയിലും ബ്രാഞ്ച് ഉണ്ട്. ദേ ഹാവ് ടേക്കൺ ഓൾമോസ്റ്റ് another one 300 അഡ്മിഷൻസ്, 15 പ്ലേസ്മെന്റ്സ്. നിങ്ങൾ എത്ര അഡ്മിഷൻസ് എടുക്കുക? നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തത് 40 40 പേർക്കും പ്ലേസ്മെന്റും ആയി. 38. ഗ്രേറ്റ്. But it's okay. We know it's not possible to have 100% placement. We always try, but sometimes it's not possible. That's fine. നമുക്ക് നമ്പേഴ്സിലല്ല കാര്യം. We want quality. We want 70 കുട്ടികളുണ്ടെങ്കിൽ 70 കുട്ടികൾക്കും പ്ലേസ്മെന്റ് എങ്ങനെ കിട്ടാമെന്ന് നമ്മൾ ആലോചിക്കും. നമുക്ക് 300 പിള്ളേരെ ഒന്നും ഏവിയേഷനിൽ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഏവിയേഷൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്, അത്രയും കോമ്പറ്റീഷൻ ഉള്ള സെക്ടറാണ്. അവിടെ കൊണ്ടുപോയി 300 അഡ്മിഷനോ 800 അഡ്മിഷനൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് എ ഫാക്ട്. മലയാളികളായിട്ടുള്ള നമുക്ക് ഹിന്ദി ലാംഗ്വേജിൽ ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കൊരു ബാംഗ്ലൂർ വരെയൊക്കെ പോയി ഗ്രൗണ്ടിലൊക്കെ വർക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കൂൾ ആക്കാനൊക്കെ ആയിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അതർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് ബുക്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അത് കൂടാതെ ഞാനൊരു സ്ട്രെസ് ബസ്റ്റർ ആണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഹവ് ഓൾവേസ് ലവ് ടു ഡാൻസ്. അപ്പം തൊട്ട് ഞാൻ ഭരതനാട്യം അങ്ങനത്തെ ഒക്കെ പഠിച്ചിരുന്നു. എൻ്റെ അമ്മായി ഒരു ഡാൻസ് ടീച്ചറാണ്. അപ്പോൾ ഞാൻ കുറെ തല്ലുകൊണ്ട് മോഹിനിയാട്ടവും എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു കഥക്ക് പഠിക്കണം എന്നുള്ളത്. അതായത് എനിക്കൊന്ന് ദേവദാസ് എന്ന് പറയുന്നൊരു സിനിമ ഒരു ഭയങ്കര റെവലേഷൻ ആയിരുന്നു എന്നെ സംബന്ധിച്ച്. ഇങ്ങനെ ഒരു ഡാൻസ് ഫോം ഉണ്ടല്ലേ എന്ന് ഞാൻ മനസ്സിലാക്കുന്ന അന്നാണ്. അപ്പം അന്ന് തൊട്ട് എൻ്റെ ഒരു ജേണിയാണ് ടു ഫൈൻഡ് ഒരു പ്രോപ്പർ കഥക് അക്കാഡമി. അത് സംഭവം ഇക്കാരസ് തുടങ്ങിയ ഒരു സമയത്താണ് എനിക്ക് ഫൈനലി ഒരു ഗുരുവിനെ കണ്ടെത്താൻ പറ്റിയത്. ഇവിടെ കളമശ്ശേരി തന്നെയാണ് ഗ്രേസ് കഥക് അക്കാഡമി എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവിടെ കഥക് പഠിക്കുന്നുണ്ട്. ഇപ്പം പഠിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നു, മാം ചിലപ്പോൾ അങ്ങനെ പറയില്ല. മാം പറയുന്നത് ഞാനാണ് ഏറ്റവും ഉഴപ്പ് ഉള്ള സ്റ്റുഡന്റ്, വർഷത്തിൽ 2 പ്രാവശ്യം വന്ന് എല്ലാം പഠിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് പഠിച്ചു പോകുന്ന സ്റ്റുഡന്റ് ആണെന്നാണ് എന്നെ വിളിക്കുന്നത്. മാവേലി എന്നാണ് എന്നെ വിളിക്കുന്നത്. പെർഫോം ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും? അത്യാവശ്യം എനിക്ക് അഗെയിൻ താങ്ക്സ് ടു മാം. കാരണം എന്നെ ശരിക്കും ഇത്രയും ഉഴപ്പുള്ള എന്നെ പിടിച്ച് പെർഫോം ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ മാം എങ്ങനെയൊക്കെയോ എന്നെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കും. നമ്മളിവിടെ ടൗൺ ഹാളിൽ മാമിന്റെ തന്നെ ഫെസ്റ്റിന് പെർഫോം ചെയ്തിട്ടുണ്ട്.
അതുപോലെ ട്രിവാൻഡ്രത്ത് ഒരു കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്റ്റേജസ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ആക്ടിങ് താല്പര്യമുണ്ട്. ഐ ഡൺ ഫ്യൂ മൂവീസ്, ചെറിയ റോൾസ് ലൈക്ക് കൽക്കി, ഐഡന്റിറ്റി, അങ്ങനെ കുറച്ച് മൂവീസിൽ ചെറിയ റോൾസും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും താല്പര്യമുണ്ട്. കുറെ ഉണ്ട്, സമയമാണ് പ്രശ്നം. പ്രശ്നം. പക്ഷെ അപ്പൊ അതിനകത്തൊക്കെ ഇനി കൂടുതൽ ഐ മീൻ നല്ല കുറെ ഓഫേഴ്സ്, ഇപ്പൊ ഒരു നല്ലൊരു ഓഫർ വരികയാണ് മൂവി എന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യോ? അപ്പൊ ഡെഫിനറ്റ്ലി. അപ്പൊ ആണോ അക്കാഡമീനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ എന്ത് വന്നാലും എന്നാലും ഞാൻ ഐ എം ഓക്കെ ടു ഡു ദാറ്റ്. പിന്നെ ഇപ്പം കുറച്ചും കൂടി ഇക്കാരസ് സെൽഫ് ഡിപ്പെൻഡന്റ് ആണ്. ഞാൻ എന്നെ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലല്ല. ഐ ഹാവ് എ വെരി ഗുഡ് ടീം ഓഫ് ഫാക്കൽറ്റി മെമ്പേഴ്സ്. അപ്പൊ എന്നെക്കാളും എനിക്ക് തോന്നുന്നു എൻ്റെ ഫാക്കൽറ്റിക്കാണ് സ്റ്റുഡൻസിനോടുള്ള ആത്മാർത്ഥത. അതായത് അയ്യോ ഈ കുട്ടി ഇന്ന് ഇങ്ങനെ ചെയ്തില്ല മാം, ഇത് ശരിയാക്കണമെന്ന് പറഞ്ഞു വരുന്നത് എൻ്റെ അടുത്ത് ആദ്യം അവരാണ്. അപ്പം അവരെ വിശ്വസിച്ച് എനിക്ക് വേണമെങ്കിൽ ഒരു 10 ദിവസം 15 ദിവസം എവിടെ ആണെങ്കിലും മാറി നിൽക്കാം ഇന്നത്തെ സിറ്റുവേഷനിൽ. അതായത് ഐ ഡോണ്ട് ഹാവ് ടു ബി ബിഹൈൻഡ് ദം, ദേ ആർ ബിഹൈൻഡ് മീ ടു സേ ദാറ്റ് അയ്യോ മാം ഈ കുട്ടിയുടെ പ്ലേസ്മെന്റ് നമ്മൾ ഇവനെ എങ്ങനെയെങ്കിലും ജോലി. അപ്പൊ അതുകൊണ്ട് ഐ ഹാവ് ദി ഓപ്പർച്യൂണിറ്റി. അപ്പം ഏതെങ്കിലും നല്ല ഓഫീസൊക്കെ വന്നാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. വരട്ടെ. ഓക്കെ, സുചിത്രയുടെ അടുത്തൊരു ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ആഗ്രഹിച്ചതും ആഗ്രഹിക്കാതിരുന്നതുമായിട്ടുള്ള പല പല ഗോൾസ് ഓൾറെഡി നേടിക്കഴിഞ്ഞു. ഇനി ലൈഫിൽ ഒരു ഡിസാസ്റ്ററും വരണ്ട, പുതിയതായിട്ട് ഒന്നും ഡിസ്കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ലാത്ത രീതിയിൽ ജസ്റ്റ് ഇത് തന്നെ നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് ഇനി അങ്ങനെ പോവട്ടെ. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ യുവർ ടൈം.